നമസ്കാരം. സെൻസ് ടെക്കിൻ്റെ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് തോന്നുന്നു ഏകദേശം രൂപ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്തു പോകാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തേനകത്ത് നമ്മൾ പഠിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് ആദ്യം പഠിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ ഒരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു വസ്തുവിനുണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ റേഡിയസിൽ വരുന്ന വ്യത്യാസം വോള്യത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ റേഡിയസിൽ വരുന്ന വ്യത്യാസം ഏരിയ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ടൈമിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്ന ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അതിൽ പറയുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് എന്ന് പറയും. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്ന എപ്പോഴാണ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആവുന്ന എപ്പോഴാണ് എന്നാണ്. ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 ആകുമ്പോൾ എപ്പോഴും എന്തായി മാറും? ഡിക്രീസിങ് ആയി മാറും. ഇതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് വിളിക്കും. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആകുമ്പോൾ എന്തായി മാറും? ഡിക്രീസിങ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് പറയുന്ന സെക്കൻഡ് സെക്ഷൻ. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ടാൻജൻസ് ആൻഡ് നോർമൽസ് ആണ്. ടാൻജൻസ് ആൻഡ് നോർമൽസ്. ടാൻജൻസ് ആൻഡ് നോർമൽസ്. അപ്പോൾ എന്താണ് ടാൻജന്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഒരു കർവ് വരയ്ക്കുന്ന സമയത്ത് ആ കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് വരയ്ക്കപ്പെടുന്ന ലൈൻ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് എന്ന് പറയും. അതിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലർ വിളിക്കുന്ന പേരാണ് നോർമൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. അപ്പോൾ ടാൻജന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് തേർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് തേർഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഇക്വേഷൻ ഓഫ് ഫൈൻഡിങ് ദി ടാൻജൻസ് ആൻഡ് നോർമൽ. സ്ലോപ്പ് കണ്ടുപിടിക്കും. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ടാൻജന്റെയും അതുപോലെ നോർമലിലെയും എന്താണ് ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് നമ്മളവിടെ ടാൻജന്റ് ഇക്വേഷൻ എഴുതിയത്? y മൈനസ് y1 ഈസ് ഈക്വൽ ടു dy ബൈ dx. dy ബൈ dx അറ്റ് എക്സ് മൈനസ് x1. അത് ഓരോ പോയിന്റ് അനുസരിച്ച് വ്യത്യാസം. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ടാൻജന്റെയും കർവിന്റെയും സ്ലോപ്പ് എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്നിട്ട് y മൈനസ് y1 ഈസ് ഈക്വൽ ടു dy ബൈ dx ഇൻറ്റു എക്സ് മൈനസ് x1. കഴിഞ്ഞ വർഷം പഠിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ, അത് ഒരു പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ ലൈൻ ഇക്വേഷൻ, അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. y മൈനസ് y1 ഈസ് ഈക്വൽ ടു dy ബൈ dx ഇൻറ്റു എക്സ് മൈനസ് x1. ഇതാണ് ടാൻജന്റ് ഇക്വേഷൻ. നോർമൽ ഇക്വേഷൻ ആകുന്ന സമയത്ത് എന്ത് വരും? y മൈനസ് y1 ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ dy ബൈ dx ഇൻറ്റു എക്സ് മൈനസ് x1. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി നോർമൽ. ടാൻജന്റ് സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് നോർമൽ, ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ മറ്റൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതാണ് പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഈസ് ഈക്വൽ ടു -1. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർമലിന്റെ സ്ലോപ്പ് നമ്മൾ ടാൻജന്റ് സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിട്ട് എഴുതുന്നത്. ദാറ്റ് ഈസ് y മൈനസ് y1 ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ dy ബൈ dx ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് എഴുതി. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്രോക്സിമേഷൻസ് എന്ന് പറയും. അപ്രോക്സിമേഷൻസ് എന്ന് പറയും. അപ്രോക്സിമേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു സംഖ്യയുടെ അപ്രോക്സിമേറ്റ് വില കണ്ടുപിടിക്കപ്പെടുക. ഒരു സംഖ്യയുടെ ഇപ്പോൾ √49.5 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 9, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡെറിവേറ്റീവിൻ്റെ സഹായത്താൽ സംഖ്യകളുടെ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ അപ്രോക്സിമേറ്റ് വില കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ നാലാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷൻസ്. ഒരു സംഖ്യകളുടെ റൂട്ടാകാം, സ്ക്വയർ റൂട്ടാകാം, അല്ലെങ്കിൽ ഫോർത്ത് റൂട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഡെറിവേറ്റീവിൻ്റെ സഹായത്താൽ നമ്മൾ കണ്ടെത്തും. ദാറ്റ് ഈസ് കോൾഡ് അപ്രോക്സിമേഷൻ എന്ന് പറയും. അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാന സെക്ഷൻ എന്ന് പറയുന്നതാണ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അബ്സൊല്യൂട്ട് മാക്സിമ, അബ്സൊല്യൂട്ട് മിനിമ, ഇവയാണ് നമ്മളവിടെ പഠിക്കുന്നത്. ലാസ്റ്റ് സെക്ഷൻ ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അബ്സൊല്യൂട്ട് മാക്സിമ, അബ്സൊല്യൂട്ട് മിനിമ. എന്താണ് ലോക്കൽ മാക്സിമ എന്നൊക്കെ പറഞ്ഞാൽ? ഒരു ഫംഗ്ഷന് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് മാക്സിമസ് വരും. അതിന് വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമാസ് എന്ന് വിളിക്കും. ഒരുപാട് മിനിമംസ് വരും. അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മിനിമം എന്ന് പറയും. ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. ഒരുപാട് മാക്സിമംസ് ഉണ്ട്, ഒരുപാട് മിനിമംസ് ഉണ്ട്. ഈ മാക്സിമത്തിന് വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമ,
ഒരുപാട് മിനിമത്തിന് വിളിക്കുന്ന പേരാണ് ലോക്കൽ മിനിമം. മാക്സിമത്തിൽ വെച്ച് മാക്സിമത്തിന് വിളിക്കുന്ന പേരാണ്, ഇതിനകത്ത് ഏറ്റവും വലിയ മാക്സിമത്തിന് വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് മാക്സിമം. അതുപോലെ ഏറ്റവും ചെറിയ മിനിമത്തിന് വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് മിനിമം. മാക്സിമംസ് ഓഫ് ലോക്കൽ മാക്സിമം ഈസ് കോൾഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഓഫ് ലോക്കൽ മിനിമം ഈസ് കോൾഡ് അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം അറിഞ്ഞിരിക്കാം. ഇത് ഞാൻ പറഞ്ഞത് ജോമെട്രിക്കലായിട്ടാണ്. തിയറിറ്റിക്കലായിട്ട് പറയുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ നമ്മൾ പഠിക്കുന്ന എപ്പോഴും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്തെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവാണ് ചേഞ്ച് വരുന്നതെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ലോക്കൽ മിനിമം ആയിരിക്കും. അതേസമയത്ത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ലോക്കൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു തിയറത്തിൻ്റെ പേര് പറയും. ഇവിടെയും പറയുന്ന തിയറത്തിൻ്റെ പേര് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നാണ്. എന്താണ്? വെൻ ദി ഫംഗ്ഷൻ ചേഞ്ചസ് ഇസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഇറ്റ് ഈസ് ലോക്കൽ മിനിമ. വെൻ ദി ഫംഗ്ഷൻ ചേഞ്ചസ് ഇസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇറ്റ് ഈസ് കോൾഡ് ലോക്കൽ മാക്സിമ എന്ന് പറയും. ഇതിന് വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഒന്നിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വേണമെങ്കിൽ വെച്ച് പറയാം, അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കും, അത് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. അപ്പോൾ എക്സിന് വില കിട്ടിയെന്ന് വിചാരിക്കുക, എയും ബിയും. അത് സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് കൊടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 ആകുമ്പോൾ അത് മാക്സിമം ആയി മാറും. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് മിനിമം എന്ന് പറയും. ഇതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും അവസാന സെക്ഷൻ, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്തിലെ ഏറ്റവും അവസാന സെക്ഷൻ ചെയ്തു പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞു. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്ന ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. വെൻ ദി ഫംഗ്ഷൻ ചേഞ്ചസ് ഫ്രം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. എന്നിട്ട് എക്സിന്റെ വില കിട്ടും. നമ്മൾ ഇന്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇന്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ലോക്കൽ മിനിമ. മിനിമത്തിൽ നിന്ന് മാക്സിമം, സോ ഇറ്റ് ഈസ് ലോക്കൽ മിനിമം. പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആകുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമ എന്ന് പറയും. ഇതിന് വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. എക്സിന് 2 വില കിട്ടിയെന്ന് വിചാരിക്കുക, എയും ബിയും. അത് സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് കൊടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 ആകുമ്പോൾ മാക്സിമം, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്തായി മാറും? മിനിമം ആയി മാറും. ഇതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതുപോലെ ടാൻജന്റ് ഇക്വേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസ് ഫംഗ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഞാനൊന്ന് ഓർമ്മയിൽ കത്തു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിനനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനനുബന്ധമായിട്ടുള്ള ഫോർമുലാസ് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ദി ഇക്വേഷൻ ഓഫ് നോർമൽ ടു ദി കർവ്. ക്വസ്റ്റ്യൻ വായിക്കണം. ദി ഇക്വേഷൻ നോർമൽ ടു ദി കർവ് y raised to 4 ഈസ് ഈക്വൽ ടു ax³ അറ്റ് a എന്ന് പറയുന്ന പോയിന്റ്. y raised to 4 ഈസ് ഈക്വൽ ടു ax³ അറ്റ് a എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അതിലേക്ക് വരയ്ക്കപ്പെടുന്ന എന്താണ്? നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ഇത് തന്നിരിക്കുന്ന കർവ് ഇതാണ്. y raised to 4 ഈസ് ഈക്വൽ ടു ax³ അറ്റ് a. ഡെറിവേറ്റീവ് എടുത്ത് എന്ത് വരും? 4y³ ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു a ഇൻറ്റു x³ ഡെറിവേറ്റീവ് എത്രയായി മാറും? 3x². അല്ലെ dy/dx ഈസ് ഈക്വൽ എന്ന് വിളിക്കാം 3ax² ഡിവൈഡഡ് ബൈ ആര് വരും? 4y³. dy/dx അറ്റ് ഏത് പോയിന്റ് ആണ്? a എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എന്ത് വരും? 3a ഇൻറ്റു a² ഡിവൈഡഡ് ബൈ 4a³ വിച്ച് ഇസ് ഈക്വൽ ടു 3/4.
അപ്പോൾ ഇതിലേക്ക് വരയ്ക്കപ്പെടുന്ന നോർമൽ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കർവിന്റെ ഡെറിവേറ്റീവ് കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എപ്പോഴും കണ്ടുപിടിക്കുന്ന ടാൻജന്റ് സ്ലോപ്പാണ്. കർവിലേക്ക് വരയ്ക്കപ്പെടുന്ന ടാൻജന്റ്, ഇപ്പോൾ ഒരു കർവ് ഇവിടെ ഉണ്ട്, അതിലേക്ക് ഒരു ടാൻജന്റ് വരയ്ക്കപ്പെടുന്നു, അതെന്ത് ചെയ്യും? ഒരു കോമൺ പോയിന്റിലേ മീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി കർവ് ആർ ഈക്വൽ അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ടാൻജന്റെയും കർവിന്റെയും സ്ലോപ്പും തന്നെയാണ് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കർവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ആറ് സ്ലോപ്പ് ആയിരിക്കും, ടാൻജന്റ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ടാൻജന്റ് സ്ലോപ്പാണ് ഈ പറയുന്ന 3/4. സോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എഴുതും സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് താഴെ എഴുതും സ്ലോപ്പ് ഓഫ് നോർമൽ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് നോർമൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ആര് വരും? -4/3. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറിയാം 3/4, സ്ലോപ്പ് ഓഫ് ദി നോർമൽ അറിയാം -4/3. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ നോർമൽ നമ്മൾ എഴുതും ഇക്വേഷൻ നോർമൽ ഈസ് y minus y1. y minus y1 is equal to m into x minus x1. y minus y1 is equal to m into x minus x1 എന്ന് വരും. അതായത് y minus a is equal to 3 ക്രോസ് മൾട്ടിപ്ലൈ 3 into y minus a is equal to -4 into x minus a എന്നായി മാറും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 3y minus 3a is equal to -4x plus 4a എന്നായി മാറും. അല്ലെങ്കിൽ 4x plus 3y is equal to എത്ര വരും? 7a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി നോർമൽ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി നോർമൽ കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്ത് ഇക്വേഷൻ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കിട്ടും. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് സ്ലോപ്പ് ഓഫ് ദി നോർമൽ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 3/4, സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്ന് പറഞ്ഞാൽ -4/3. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി നോർമൽ കണ്ടുപിടിക്കാൻ y minus y1 is equal to m into x minus x1 ക്രോസ് മൾട്ടിപ്ലൈ അറേഞ്ച് ചെയ്യപ്പെടുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് നോർമൽ കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാം. ദി ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ലോഗ് എക്സ് ബൈ എക്സ്. ദ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ലോഗ് എക്സ് ബൈ എക്സ്. ലോഗ് എക്സ് ബൈ എക്സിന്റെ ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കപ്പെടുക. ദി ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ലോഗ് എക്സ് ബൈ എക്സ്. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഇ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് 1, അടുത്ത 1/e, അടുത്ത 2e. അപ്പോൾ എന്ത് ചെയ്യണം? ലോഗ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്പോൾ തന്നിരിക്കുന്നതിന് നമ്മൾ എഴുതുന്നു y ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? ലോഗ് എക്സ് ബൈ എക്സ്. dy ബൈ dx എഴുതുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അതായത് 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നായി മാറും dy ബൈ dx അല്ലേ. y ഈസിക്കലി ലോഗ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫോർമുലയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? കോഷ്യൻ റൂളാണ്. ഒരു ഫംഗ്ഷൻ ബൈ മറ്റൊരു ഫംഗ്ഷൻ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. വെൻ dy ബൈ dx ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്ന സമയത്ത് അയാൾ എന്തായി മാറും? 1 മൈനസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 1 മൈനസ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 0, 1 ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്നായി മാറും. ലോഗിന്റെ ഏത് വിലയാണ് 1 എന്ന് ചോദിച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു ഇ. ലോഗ് ടു ദി ബേസ് ഇ ആകുന്ന സമയത്താണ് എന്താവുന്നത്? എക്സിന്റെ വില ലോഗ് ഇയുടെ വിലയാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ലോഗ് ഇയുടെ വില 1 ആയതുകൊണ്ട് എക്സിന്റെ വില എത്ര ആയി മാറി? ഇ ആയി മാറി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഒരു വില കിട്ടി. ഇനി ഇത് മാക്സിമം വിലയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പോയിന്റ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ലെസ് ദാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ എന്തായി മാറും? മാക്സിമം ആയി മാറും. സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് then d square y by dx square is equal to denominator into derivative numerator 1 into derivative 0 minus log x and derivative 1 by x minus denominator into derivative numerator minus numerator into derivative of the denominator by denominator the square എന്ന് പറഞ്ഞാൽ x square into square which is equal to അപ്പോൾ 0 മൈനസ് 1 ബൈ എക്സ് പറഞ്ഞാൽ മൈനസ് 1 ബൈ എക്സ് ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ എക്സ് മൈനസ് എന്ത് വരും?
1 into 2x 2x അതായത് മൈനസ് 2x ആയി മാറും. ഇതെന്ത് വരും? പ്ലസ് 2x log x എന്നായി മാറും. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് എക്സും മൈനസ് 2x ആയി മാറി മൈനസ് 3x പ്ലസ് 2x log x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ഒന്നിൽ ഇങ്ങനെ ചെയ്യാം. ഈ 2x നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇത് 0 എന്ന് ഒറ്റയടിക്ക് പറയാം. കാരണം സ്റ്റെപ്പ് ഞാൻ കുറച്ച് കാണിക്കാം, അതായിരിക്കും നല്ലത്. കാരണം എൻട്രൻസ് ക്വസ്റ്റൻ അല്ലേ. ദെൻ when x is equal to e, d square y by dx square ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ d square y by dx square എന്ന് പറയുമ്പോൾ എന്താണ്? x into minus 1 by x എന്ന് വെച്ചാൽ മൈനസ് എക്സ് അല്ലെങ്കിൽ മൈനസ് e ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. വിച്ച് ഇസ് ക്ലിയർലി ലെസ് ദാൻ 0. കാരണം എന്താണ്? എക്സിന് ഈ വില കൊടുക്കുന്ന സമയത്ത് ലോഗിയുടെ വില 1 ആയി മാറി. ഈ ടേമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്ത് കാണിച്ചത്. ലോഗി എന്ന് പറയുമ്പോൾ അതിന്റെ വില 1 ആയി മാറും. ഇത് എത്രയായി മാറും? 0 ആയി മാറും. ഇത് 0 ആണ്. ഇതെന്തായി മാറും? എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇ ആയി മാറും. മനസ്സിലായല്ലോ? 1 മൈനസ് ലോഗിയുടെ വില 1 ആണ്. അപ്പോൾ ഈ ടേം നിലനിൽക്കില്ല. അതിന്റെ വില 0 ആയി മാറി. എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ എക്സ് വെച്ചാൽ മൈനസ് എക്സ് ആണ്. മൈനസ് എക്സിന് എന്ന് കൊടുത്താൽ മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ക്ലിയർലി ലെസ് ദാൻ 0. അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായി മാറി? ലെസ് ദാൻ 0 കിട്ടി. സോ maximum at x is equal to e. So maximum value of the function ആണ്. ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനകത്തിൽ കൊടുക്കണം. അതായത് എഫ് ഓഫ് ഇ കണ്ടുപിടിക്കുക. എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ഇ ഡിവൈഡഡ് ബൈ ഇ. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. താഴെ കിടക്കുന്ന ഇ ഇവിടെ വരുവാണെങ്കിൽ 1 ബൈ ഇ എന്നായി മാറും. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റൻ ആണ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഒന്ന് ലോക്കൽ മാക്സിമം വില കണ്ടുപിടിക്കാൻ പറ്റി, നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ മതി. ഈ പറഞ്ഞ 2 ക്വസ്റ്റൻ നമ്മുടെ 2018-17 വർഷങ്ങളിൽ ചോദിച്ച കീമിൻ്റെ ക്വസ്റ്റൻ. ആദ്യത്തെ ക്വസ്റ്റൻ 2017ഉം ഇപ്പോൾ ചെയ്ത 2018ലും കീമിൻ്റെ ക്വസ്റ്റൻ ആണ്. അടുത്ത മറ്റൊരു ക്വസ്റ്റൻ ആണ്. ഇത് ജെഇയുടെ ഒരു ക്വസ്റ്റൻ ആണ്. ജെഇ പ്രിലിംസിൻ്റെ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇതാണ്: ദി ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി കർവ് y ഈക്വൽ x സ്ക്വയർ ആൻഡ് x ഈക്വൽ y സ്ക്വയർ അറ്റ് 1 1 എന്ന് പറയുന്നു. The angle of intersection of the curve. The angle of intersection of the curve y is equal to x square. Y is equal to x square എന്ന് പറഞ്ഞാൽ x square is equal to y. x square is equal to y എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. ഇങ്ങനെ വരുന്ന ഒരു പരാബോള അല്ലേ. ആൻഡ് x is equal to y square അല്ലെങ്കിൽ y square equal to x ഇങ്ങനെ വരുന്ന പരാബോള. ഇവ തമ്മിൽ 1 1 എന്ന് പറയപ്പെടുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഇവയെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കുന്ന എപ്പോഴും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നറിയാം? സ്ലോപ്പിനെ അടിസ്ഥാനപ്പെടുത്തി. സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സ്ലോപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല. എങ്ങനെ? tan θ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. അപ്പോൾ സ്ലോപ്പ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ കർവിൻ്റെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? സ്ലോപ്പ്. ഏത് പോയിന്റിൽ? 1 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ കർവ് എത്തുന്ന സമയത്തും ഈ കർവ് എത്തുന്ന സമയത്തും സ്ലോപ്പ് എത്രയാണ് കണ്ടുപിടിക്കും. പിന്നെ അവയ്ക്കിടയിലുള്ള ആംഗിൾ നിശ്ചയമായിട്ടും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഇതൊരു എക്സ് സ്ക്വയർ ഈക്വൽ വൈയും y ഈക്വൽ എക്സ് സ്ക്വയറും കണ്ട് മനസ്സിലാക്കണം. പരാബോളയാണ്. ഒരു വേരിയബിളിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഒറ്റ വേരിയബിളിന് മാത്രം സ്ക്വയർ ഉണ്ടെങ്കിൽ എന്തായി മാറി? അത് പരാബോളയായി മാറും. ഓക്കെ, അപ്പോൾ കർവിനെ എടുത്തെഴുതുകയാണ്. കർവ് ഇതാണ്: y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവ്. dy ബൈ dx കണ്ടുപിടിച്ച് dy ബൈ dx എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആയി മാറും. dy ബൈ dx എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് 1 1 കണ്ടുപിടിക്കുന്ന സമയത്ത് 2 ആയി മാറും. അടുത്തത് x ഈസ് ഈക്വൽ ടു y സ്ക്വയർ എന്ന് പറയുന്ന പോയിന്റ്. x ഈസ് ഈക്വൽ ടു y സ്ക്വയർ എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് പറയും? ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് x ഡെറിവേറ്റീവ് 1 ആയി മാറും. y സ്ക്വയറിന്റെ 2y ഇൻറ്റു dy ബൈ dx അല്ലെ dy ബൈ dx ഈസ് ഈക്വൽ എന്ന് വിളിക്കാം 1 ബൈ 2y. dy ബൈ dx at ഏത് പോയിന്റ് ആണ്? 1 1 കണ്ടുപിടിക്കണം. 1 1 കണ്ടുപിടിക്കുന്ന സമയത്ത് എത്ര കിട്ടും? 1 ബൈ 2 എന്നായി മാറും. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ. y ഈക്വൽ x സ്ക്വയർ, dy ബൈ dx ഈക്വൽ 2x. dy ബൈ dx at 1 1 കണ്ടുപിടിക്കുന്ന സമയത്ത് 2 വരും. x ഈക്വൽ y സ്ക്വയർ ആണ്. x ഡെറിവേറ്റീവ് 1 ആയി മാറും. y സ്ക്വയറിന്റെ 2y ഇൻറ്റു dy ബൈ dx അല്ലെ dy ബൈ dx ഈക്വൽ എന്ന് വിളിക്കാം 1 ബൈ 2y. dy ബൈ dx at 1 1 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് സ്ലോപ്പ് എത്ര കിട്ടി? 1 ബൈ 2 കിട്ടി അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും സ്ലോപ്പ് അറിയാം. ഇനി എന്ത് ചെയ്യണം? ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുല tan θ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 which is equal to m2 minus m1 divided by 1 plus m1 into m2 which is equal to എത്ര വരും? which is equal to മോഡുലസ് ഓഫ് ഇത് എൽസിയം എടുക്കുന്ന സമയത്ത് 3/2 എന്നായി മാറും. മൈനസ് 3/2. 2 എൽസിയം എടുക്കുമ്പോൾ 2 into 2 4. 1 minus 4 എന്ന് പറയുമ്പോൾ -3/2 ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും. which is equal to 3/4. θ
തീറ്റ ഈസിക്കൽ എന്ന് വിളിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ആര് വരും? 3/4 എന്നായി മാറും. ഇതാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്ന രീതി. തീറ്റ ഈസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. ഇതാണ് ഈ രണ്ട് കർവിനിടയിലും ആംഗിൾ കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ എപ്പോഴും നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പ് വേണം. അപ്പോൾ രണ്ട് കർവുണ്ട്, രണ്ട് കർവിനെയും നമ്മൾ എന്ത് ചെയ്തു? സ്ലോപ്പുകൾ കണ്ടുപിടിക്കുന്നു. ആ സ്ലോപ്പ് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു? ആംഗിൾ കണ്ടുപിടിച്ചു. tan θ = മോഡുലസ് ഓഫ് m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 m2. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ, ചെയ്ത രീതി മനസ്സിലായല്ലോ. ഇതിനിടയിലുള്ള ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതിനിടയിലുള്ള ആംഗിളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. 1, 2, 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദി നമ്പർ ദാറ്റ് എക്സീഡ്സ് ദി സ്ക്വയർ ബൈ ദി ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി നമ്പർ ദാറ്റ് എക്സീഡ്സ് ഇറ്റ് സ്ക്വയർ ബൈ ഗ്രേറ്റസ്റ്റ് എമൗണ്ട്. ഒരു സംഖ്യ അതിൻ്റെ സ്ക്വയറിനെക്കാട്ടിൽ ദി നമ്പർ ദാറ്റ് എക്സീഡ്സ് ഇറ്റ് സ്ക്വയർ ബൈ ഗ്രേറ്റസ്റ്റ് എമൗണ്ട്. ഒരു സംഖ്യ അതിൻ്റെ സ്ക്വയറിനെക്കാട്ടിൽ എത്രമാത്രം കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. -1, 0, 1/2, 1. ദി നമ്പർ ദാറ്റ് എക്സീഡ്സ്. അപ്പോൾ നമ്മൾ പറയും എന്താണ്? ലെറ്റ് എക്സ് ബി ദി നമ്പർ ദാറ്റ് എക്സീഡ്സ് ഇറ്റ് സ്ക്വയർ ബൈ വിച്ച് എമൗണ്ട് എന്നാണ് ചോദ്യം. എത്രമാത്രം? എക്സ് സ്ക്വയറിനെക്കാട്ടിൽ എത്രമാത്രം കൂടുതലാണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സ് സ്ക്വയറിനെക്കാട്ടിൽ എത്ര കൂടുതലാണ്? ദി നമ്പർ ദാറ്റ് എക്സീഡ്സ് ഇറ്റ് സ്ക്വയർ ബൈ വിച്ച് എമൗണ്ട് എന്നാണ്. ഒരു സംഖ്യ അതിൻ്റെ സ്ക്വയറിനെക്കാട്ടിൽ, അല്ല എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിൻ്റെ സ്ക്വയറിനെക്കാട്ടിൽ എത്ര കൂടാം എന്നാണ് ഇവിടെ ചോദിച്ചതിൻ്റെ അർത്ഥം. സ്ക്വയറിനെക്കാട്ടിൽ എത്ര വരെ കൂടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് f of x is equal to x minus x square. അല്ലേ? ശരിയല്ലേ? f of x is equal to x minus x square എന്ന് എഴുതാം. ഓക്കെ, ശരിയല്ലേ? ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ f dash of x എത്ര വരും? f dash of x is equal to എന്ത് വിളിക്കാം? 1 minus 2x. when f dash of x is equal എന്ത് വിളിക്കാം? f dash of x is equal to 0 എന്ന് കൊടുക്കുമ്പോൾ ആര് വരും? 1 minus 2x is equal to 0. x ന്റെ വില എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f double dash of x കണ്ടുപിടിക്കണം. f double dash of x എന്ന് പറയുമ്പോൾ ആര് വരും? ഇയാളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് 1 ന്റെ ഡെറിവേറ്റീവ് 0 ആയി മാറും. -2 into x ന്റെ ഡെറിവേറ്റീവ് 1 ആയി മാറി -2 എന്ന് വരും. -2 is a number which is clearly less than 1. f double dash of x ന്റെ വില എത്ര? 1/2 is equal to എത്ര ആയിട്ട് കിട്ടും? -1/2 which is less than 0 എന്ന് പറയാം. നോക്കിയേ, നമ്മൾ f of x എന്ന ഇതിന്റെ വില എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. x is greater than x square becomes എന്തായിരിക്കണം? മാക്സിമം. കാരണം x is greater than x square by which number? x is greater than x square എന്നാണ്. x is greater than x square by which number ആയതുകൊണ്ട് നമ്മൾ f of x is greater than x square അല്ലെങ്കിൽ x minus x square എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. x minus x square മാക്സിമം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? f dash of x കണ്ടുപിടിക്കും. f dash of x is equal to 0 എന്ന് കൊടുക്കും. f dash of x is equal to 0 എന്ന് കൊടുക്കുന്ന സമയത്ത് x ന്റെ വില കിട്ടും. ആ വില സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് കൊടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 എന്ന് കിട്ടി. ആ വില സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് കൊടുക്കുമ്പോൾ ലെസ് ദാൻ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ f ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വിലയാണ് -2 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് ഏത് വില കൊടുത്താലും എന്താണ്? ലെസ് ദാൻ -2 ആണ്. ഇവിടെ നിങ്ങൾക്ക് എക്സിന് കിട്ടിയ വില എത്രയാണ്? 1/2. അപ്പം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ക്ലെയിം ചെയ്യാം 1/2 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചും അതിന്റെ വില നെഗറ്റീവാണ്. സോ 1/2 ഈസ് ദി മാക്സിമം പോയിന്റ് എന്ന് പറയാം. സോ 1/2 ഈസ് ദി മാക്സിമം പോയിന്റ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഇതാണ് ഞാൻ ലാസ്റ്റ് നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ എക്സിന് കിട്ടുന്ന വില സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് കൊടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇവിടെ f ഡബിൾ ഡാഷ് 1/2 കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ യു ക്യാൻ ക്ലെയിം ദാറ്റ് എക്സിന് ഏത് വില കൊടുത്താലും -2 തന്നെയാണ്. മനസ്സിലായില്ലേ? എക്സിന് ഏത് വില, പക്ഷേ നിങ്ങൾക്ക് എക്സിന് കിട്ടിയ വില ഏതാണ്? 1/2 ആണ്. അപ്പോൾ 1/2 കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ വില കൊടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 കിട്ടി. സോ 1/2 ഇസ് ദി മാക്സിമം പോയിന്റ്. ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചിരിക്കുന്നത് ദി നമ്പർ എക്സീഡ്സ് സ്ക്വയർ ബൈ ദി ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഈസ്. അപ്പോൾ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ് സ്ക്വയർ ബൈ വിച്ച് എമൗണ്ട് എന്നാണ്. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ് സ്ക്വയർ ബൈ വിച്ച് എമൗണ്ട് എന്ന് ചോദിച്ചാൽ 1/2 ആണ്. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് മാക്സിമം.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. 5ാമത്തെ ക്വസ്റ്റ്യൻ. 1 മാക്സിമം പോയിന്റ് ഓഫ് സൈൻ റൈസ് ടു പി എക്സ് ഇൻറ്റു കോസ് റൈസ് ടു ക്യു എക്സ് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് പി ബൈ ക്യൂ, ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ക്യൂ ബൈ പി, അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് പി ബൈ ക്യൂ, അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ ബൈ പി. 1 മാക്സിമം പോയിന്റ് ഓഫ് സൈൻ റൈസ് ടു പി എക്സ് ഇൻറ്റു കോസ് റൈസ് ടു ക്യൂ എക്സ്. അപ്പോൾ നമ്മൾ ഇതും JEE പ്രിലിംസിൽ ചോദിച്ചൊരു മറ്റൊരു ക്വസ്റ്റൻ ആണ്. JEE പ്രിലിംസിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് നമ്മുടെ NCERT സിലബസിനകത്ത് ഇല്ല, പക്ഷേ ഇത് ISC സിലബസ്, ICSE സിലബസ് ഉണ്ടല്ലോ, ISC അവരുടെ +2 ആണ് ISC സിലബസിനകത്തുള്ള റിസൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സൈൻ റൈസ് ടു MX ഇൻറ്റു കോസ് റൈസ് ടു NX ആണെങ്കിൽ 1 മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 മാക്സിമം പോയിന്റ് ഈസ് എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് m/n എന്നുള്ളതാണ് റിസൾട്ട്. അതായത് സൈൻ്റെ പവർ ഡിവൈഡഡ് ബൈ എപ്പോഴും കോസിൻ്റെ പവറാണ്. തിരിഞ്ഞു പോകല്ലേ, സൈൻ്റെ പവർ ഡിവൈഡഡ് ബൈ കോസിൻ്റെ പവർ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. 1 മാക്സിമം പോയിന്റ് ഓഫ് സൈൻ റൈസ് ടു MX ഇൻറ്റു കോസ് റൈസ് ടു NX ഈസ് x ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് m/n. ഇത് റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി കാണാതെ അറിയണം. അപ്പോൾ കുറേ റിസൾട്ടുകളുണ്ട്, കുറേ ഷോർട്ട് കട്ടുകളുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ നമ്മൾ പല എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തപ്പം കുറേയേറെ ഷോർട്ട് കട്ടുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് മറ്റൊരു റിസൾട്ടാണ്. ഈ റിസൾട്ട് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ 1 മാക്സിമം പോയിന്റ് സൈൻ റൈസ് ടു MX ഇൻറ്റു കോസ് റൈസ് ടു NX എന്ന് പറയുന്ന ഈ ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ്റെ 1 മാക്സിമം പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റിസൾട്ട് യൂസ് ചെയ്താൽ മതി. x ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് m/n എന്ന് പറയുന്ന റിസൾട്ട് യൂസ് ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? സൈൻ റൈസ് ടു px ഇൻറ്റു കോസ് റൈസ് ടു qx. അപ്പോൾ 1 മാക്സിമം പോയിന്റ് എത്ര വരും? 1 മാക്സിമം പോയിന്റ് ഈസ് x ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് m/n എന്ന് പറഞ്ഞാൽ p/q. ഇതാണ് നമ്മുടെ റിസൾട്ട്. കൃത്യമായി പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ? മൈനസിൽ നിന്ന് പോസിറ്റീവിനോ അല്ലെങ്കിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കോ ഈ സംഭവം വ്യത്യാസം വരും. എക്സിൻ്റെ ഒരു വില കിട്ടും. ആ എക്സ് ടാനിലുള്ളൊരു വിലയായിരിക്കും. അപ്പം -∞ മുതൽ ആ വില വരെയും അതിനുശേഷം +∞ വരെയും ഫംഗ്ഷൻ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യും. സോ ഇറ്റ് ഈസ് മാക്സിമം പോയിന്റ് ആണ്. പോയിന്റ് ടാൻ ഇൻവേഴ്സ് റൂട്ട് p/q എന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയാണ് ഈ റിസൾട്ട് ഓർമ്മയിരിക്കാൻ വേണ്ടി പറയുന്നത്. ആ പുസ്തകത്തിനകത്ത്, അതായത് ICSE പുസ്തകത്തിനകത്ത് ഇതൊരു റിസൾട്ട് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് JEE പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് അത്രയും ചെയ്തു നോക്കാനുള്ള സമയം കളയണ്ട. ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വിളിക്കാം? റൂട്ട് p/q. ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് p/q. 1 മാക്സിമം പോയിന്റ് സൈൻ റൈസ് ടു MX ഇൻറ്റു കോസ് റൈസ് ടു NX. ഇതാണ് പുസ്തകത്തിലെ റിസൾട്ട്. 1 മാക്സിമം പോയിന്റ് ഈസ് x ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് m/n. തിരിഞ്ഞു പോകല് സൈൻ്റെ പവർ ബൈ കോസിൻ്റെ പവർ എന്നുള്ളതാണ്. സൈൻ്റെ പവർ m, കോസിൻ്റെ പവർ n. അപ്പോൾ സൈൻ റൈസ് ടു px, കോസ് റൈസ് ടു qx. 1 മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p/q. അതും ഓർമ്മയുണ്ടായിരിക്കുക. ഓക്കെ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. The function f defined by f of x is equal to x cube minus 6x square minus 36x plus 7. ഇത് എപ്പോഴാണ് ഇൻക്രീസിങ് ആവുന്നത് എന്നാണ് ചോദ്യം. x cube minus 6x square minus 36x plus 7 എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ്? താഴെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. x greater than 2 and x greater than 6, x greater than 2, also x less than 6, x less than 2 and minus 2 and x less than 6, അടുത്ത x less than -2 and also x greater than 6 എന്ന് പറയുന്ന 4 ഓപ്ഷൻസ്. ഇത് ഏതൊക്കെ ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇൻക്രീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടാണ്. ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ചെയ്യുന്നത് നോക്കിയോ. f of x is equal to തന്നിരിക്കുന്നത് നമ്മൾ എടുത്തിരുന്നു. f of x is equal to x cube minus 6x square minus 36x plus 7. f dash x കണ്ടുപിടിക്കുന്ന സമയത്ത് x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്രയായി മാറും? 3x square minus 12x minus 36. ഇവിടെ 4 കോമ എടുക്കാം, 3 കോമ എടുക്കാം. അപ്പോൾ x square minus 4x minus 12 എന്നായി മാറും. which is equal to 3 into എന്ത് വരും? x minus 6 into എന്ത് വിളിക്കാം? x minus 2 എന്ന് വിളിക്കാം. ഇപ്പോൾ കിട്ടിയല്ലോ. സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം. when f dash of x is equal to 0 എന്ന് പറയുന്ന സമയത്ത് എന്ത് വിളിക്കാം? x ന്റെ വില ഏതൊക്കെ വരാം? 6 വരാം, x ന്റെ വില 2 വരാം.
ഇനി തന്നിരിക്കുന്ന ഓപ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നു അല്ലേ? ആദ്യത്തെ ഓപ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ഓൾസോ എക്സ് ലെസ് ഗ്രേറ്റർ ദാൻ 6. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം, എന്നാൽ ഇത് ഇൻക്രീസിങ് ആവത്തുള്ളൂ എന്ന് ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു -10 എന്ന് പറയുന്ന വിലയൊന്ന് കൊടുത്തു നോക്കി. -10 എന്ന് പറയുന്ന വില കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവാണ്. ഇത് എന്തായി മാറി? നെഗറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി മാറി? പോസിറ്റീവായി മാറി. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്ന വാദത്തിന് യാതൊരു അർത്ഥവുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആദ്യ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. പറഞ്ഞാൽ മനസ്സിലായി? രണ്ടിടത്തും എക്സ് ഗ്രേറ്റർ ദാൻ 2, ആദ്യത്തെ പറയുന്ന എക്സ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ഓൾസോ എക്സ് ഗ്രേറ്റർ ദാൻ 6, അടുത്ത പറയുന്ന എക്സ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ഓൾസോ എക്സ് ഗ്രേറ്റർ ദാൻ 6. ആൻഡ് എന്ന ഓർന്നല്ല, അതുകൊണ്ട് ആ രണ്ട് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് എക്സ് ലെസ് ദാൻ -2 ആൻഡ് എക്സ് ലെസ് ദാൻ 6. എക്സ് ലെസ് ദാൻ -2 ആണ്, എക്സ് 6നേക്കാട്ടി ചെറുതാകണം എന്ന് പറയുന്നു. സപ്പോസ് പോസിറ്റീവ് 10 എന്ന് പറഞ്ഞ വില കൊടുത്തേ, പോസിറ്റീവ് 10 വില കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവാണ്. അപ്പോൾ ആ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. നാലാമത്തെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് എക്സ് ലെസ് ദാൻ -2 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 6 ശരിയാണ്. എക്സ് ലെസ് ദാൻ -2 -3 എന്ന് വില കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി മാറും. എക്സ് ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയുന്ന സമയത്ത് 10, 11, 12 ഒക്കെ കൊടുത്താൽ ഇത് പോസിറ്റീവാണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആര് വരും? എക്സ് ലെസ് ദാൻ -2 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 6. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ ഓപ്ഷനിലെയും അവർ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലെയും വില ഞാൻ കൊടുത്ത് കാണിച്ചു എന്ന് മാത്രം. -10 എന്ന് പറയുന്ന വില കൊടുത്തു, അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി മാറി. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്ന ആദ്യത്തെ 1, 2 ഓപ്ഷൻസ് തെറ്റാണ്. പിന്നെ പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ -2 ആൻഡ് ഓൾസോ എക്സ് ലെസ് ദാൻ 6 എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എക്സിന്റെ വില -10 എന്ന്, എക്സിന്റെ വില 10 എന്ന് പറഞ്ഞ് വില കൊടുത്തു. അപ്പോൾ ഇത് പോസിറ്റീവ്. അപ്പോൾ അവരുടെ വാദം എക്സ് ലെസ് ദാൻ 6 ആൻഡ് എക്സ് ലെസ് ദാൻ -2 എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷന്റെ വാദം നിലനിൽക്കുന്നതല്ല. അടുത്ത നാലാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ എക്സ് ലെസ് ദാൻ -2 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 6 സംഗതി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിലിരിക്കുക ചെയ്യുന്ന രീതി. നമ്മുടെ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2, 3, 4, 5, 6 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ മാൻ ഓഫ് ഹൈറ്റ് 1.5 മീറ്റർ ഈസ് മൂവിങ് അവേ ഫ്രം ദ ലാംപ് പോസ്റ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1.2 മീറ്റർ. 2 meter per second ഉണ്ട്, 2 meter per second. If the height of the lamp post is 4.5 meter, the rate at which the shadow of the man is lengthening is. അപ്പോൾ എ മാൻ ഓഫ് 1.8 മീറ്റർ ഈസ് മൂവിങ് അവേ ഫ്രം ദി ലാംപ് പോസ്റ്റ്. ഇതാണ് ലാംപ് പോസ്റ്റ്. എ മാൻ ഓഫ് 1.8 മീറ്റർ, ഇതാണ് ആ വ്യക്തി. 1.8 മീറ്റർ ഈസ് മൂവിങ് അവേ ഫ്രം ദി ലാംപ് പോസ്റ്റ് അറ്റ് എ റേറ്റ് ഓഫ് 1.2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ലെങ്തനിങ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ്, ഇത് അതിൻ്റെ ഷാഡോ ആണ്. അപ്പോൾ ലെങ്തനിങ്ങിനെ എൽ എന്നും ഷാഡോയെ ഞാൻ എസ് എന്നും വിളിച്ചു. ലാംപ് പോസ്റ്റ് ആണ്, അതിനെ ABCDE എന്ന് വിളിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ലാംപ് പോസ്റ്റ് നീളം വ്യക്തമായി പറയുന്നതുകൊണ്ട് ലാംപ് പോസ്റ്റ് നീളം 4.5 മീറ്റർ ആണ്. ആ വ്യക്തിയുടെ ഉയരം അറിയാം 1.8 മീറ്റർ ആണ്. ക്വസ്റ്റിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? നമ്മളോട് പറഞ്ഞേക്കുന്നത് DL/DT അറിയാം. DL/DT അറിയാം എത്രയാണ്? The height of the lamp post is moving away from the lamp post at a rate of 1.2 meter per second. ക്വസ്റ്റ്യൻ പിടികിട്ടിയല്ലോ. ഒരു വ്യക്തി 4.5 ഉയരമുള്ള ലാംപ് പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്ന് അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കുകയാണ്. ആ പോകുന്നതിന്റെ തോതറിയാം 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ഷാഡോയിൽ വരുന്ന വ്യത്യാസം എത്രയാണ് എന്നാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? നമ്മൾ 2 ട്രയാങ്കിളും കൺസിഡർ ട്രയാങ്കിൾ. ഏതൊക്കെ ട്രയാങ്കിളാ? AB ആൻഡ് CDE. 2 ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ AB ആൻഡ് CDE. The triangles are similar എന്ന് പറയാനുള്ള കാരണം എന്താ? 9 പഠിക്കുന്ന സിമിലർ ട്രയാങ്കിൾസ് ആണ്. 2 ആംഗിൾ എന്താണ് ഇവിടെ? ഈക്വൽ ആണ്. ഇവിടുത്തെ ഇതെന്താണ്? ആംഗിൾ ഈ കോമൺ ആണ്.
എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചും സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചും ആംഗിൾ ഇ എന്താണ് കോമൺ ആണ്. ശരിയാണല്ലോ. അതുപോലെ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ഈ പറയുന്ന വ്യക്തിയും ഈ പറയുന്ന ഇവിടുത്തെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ എ അനുസരിച്ച് ആ രണ്ട് ട്രയാങ്കിൾ എന്തായി മാറും? സിമിലർ ആയി മാറും. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളും സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ എന്ത് പറയാം? ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം കറസ്പോണ്ടിങ് സൈഡ്സുകളുടെ റേഷ്യോ എല്ലായ്പ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ആര് പറയുന്നതാണ്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. മുമ്പ് പഠിക്കുന്ന ഇതെല്ലാം കേട്ടോ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത് ആ രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സുകളുടെ റേഷ്യോ എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എടുക്കുന്നു എ ബി ഡിവൈഡഡ് ബൈ സി ഡി അല്ലേ? വലിയ ട്രയാങ്കിളിലെ ഈ സൈഡ്, വലിയ ട്രയാങ്കിളിലെ 90 വരുന്ന സൈഡ് ഡിവൈഡ് ബൈ ചെറിയ ട്രയാങ്കിളിലെ ഈ സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? ബി ഇ ഡിവൈഡഡ് ബൈ ബി ഇ ഡിവൈഡഡ് ബൈ എന്ത് വിളിക്കാം? ഡി ഇ. അപ്പോൾ എഴുതിയാൽ മനസ്സിലായല്ലോ. രണ്ട് നമ്മൾ ലാംപ് പോസ്റ്റ് ഉണ്ട് 4.5, വ്യക്തിയുടെ ഉയരം അറിയാം 1.8. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഇ ആണ്. ആംഗിൾ ഇ ഈസ് കോമൺ. ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ കോമൺ ആയതുകൊണ്ട് എ ബി ഇ എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും സി ഡി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളും എന്തായി മാറി? സിമിലർ ആയി മാറി. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആകുമ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സുകളുടെ റേഷ്യോ എന്തായി മാറും? ഈക്വൽ ആയി മാറും. അതായത് എ ബി ഡിവൈഡഡ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം? ബി ഇ ഡിവൈഡഡ് ബൈ ഡി ഇ ആയി മാറും. അതിന്റെ റെസിപ്രോക്കൽ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് സി ഡി ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ എന്ന് വിളിക്കാം? ബി ഡി ഇ. ഡി ഇ ഡിവൈഡഡ് ബൈ എന്ന് വിളിക്കാം? ബി ഇ എന്നായി മാറും. സി ഡിയുടെ വില അറിയാം 1.8, എ ബിയുടെ വില അറിയാം 4.5 ഈസ് ഈക്വൽ ടു ഡി ഇ. ഡി എന്ന് പറഞ്ഞാൽ എസ് ആണ്. ബി ഇ എന്ന് പറയുമ്പോൾ ആരാണ്? ബി ഇ എന്ന് പറഞ്ഞാൽ ആരാണ്? എൽ ആണ്. അല്ല, ബി ഇ എന്ന് പറയുമ്പോൾ എൽ പ്ലസ് എസ്. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ബി ഇ എന്ന് പറഞ്ഞാൽ ബി ഡി പ്ലസ് ഡി ഇ. സ്റ്റെപ്പ് ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതാം, ശ്രദ്ധിക്കണേ. That is 1.8 divided by 4.5 is equal to S divided by S plus L എന്നായി മാറും. ഓക്കെ, കാരണം ബി ഡിയുടെ ദൂരം എൽ ആണ്, മറ്റേത് ഡി യുടെ ദൂരം എസ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1.8 ഇൻറ്റു എസ് പ്ലസ് എൽ ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു എസ്. അതായത് 1.8 എസ് പ്ലസ് 1.8 എൽ ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു എസ്. അല്ലെങ്കിൽ 1.8 എൽ ഈസ് ഈക്വൽ ടു 4.5 മൈനസ് 1.8 ഇൻറ്റു എസ്. അപ്പോൾ 4.5 എന്ത് ചെയ്യണം? 1.5 കുറയ്ക്കണം. ഓക്കെ, 4.5 1.5 കുറയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ രണ്ടിടത്തും 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം 18 ഇപ്പോൾ എത്ര വരും? 28, 38, 48, അതായത് 248 അല്ലേ? അപ്പോൾ 2.7 എസ് ഈസ് ഈക്വൽ ടു 1.8 എൽ. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ടി. 1.8 ഇൻറ്റു ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 2.7 ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ആയി മാറും. 1.7 ഇൻറ്റു ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്ന സമയത്ത് ഡി എൽ ബൈ ഡി ടി അറിയാൻ എത്ര? 1.8 ഇൻറ്റു ആര് വരും? ഡി എൽ ബൈ ഡി ടിയുടെ വില അറിയാം 1.2 ഡിവൈഡഡ് ബൈ താഴെ വരുന്ന ആരാണ്? 2.7 ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. ഇത് കണ്ടുപിടിക്കണം. ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരം എഴുതുകയാണ്. ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0.8 എന്ന് വരും. 0.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി മീൻസ് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷാഡോ ഇൻക്രീസിങ്. അതാണ് ഡി എസ് ബൈ ഡി ടി. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതാണ് ലാംപ് പോസ്റ്റ്, ഇത് ആ വ്യക്തികളുടെ നീളമാണ്. ലാംപ് പോസ്റ്റ് 4.5, ഇത് ഈ സൈഡ് ലെങ്തനിങ്, ഇത് ലെങ്തനെ ഞാൻ എൽ എന്ന് വിളിച്ചു, ഷാഡോയെ ഞാൻ എസ് എന്ന് വിളിച്ചു. കൃത്യമായി അറിയാം ഡി എൽ ബൈ ഡി ടി പറയുന്നുണ്ട് 1.2 മീറ്റർ പെർ സെക്കൻഡ്. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളും സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണ്. സിമിലർ ആകുമ്പോൾ എന്തായി മാറും? സിമിലർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആംഗിൾ എപ്പോഴും സെയിം ആണ്. ഇവിടുത്തെ ആംഗിളും സെയിം ആണ്. എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഇയും സി ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ ഇയും എന്താണ്? സെയിം ആണ്. അതുപോലെ രണ്ടിടത്തും ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് രണ്ട് ട്രയാങ്കിളിൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്തായി മാറി? സിമിലർ ആയി മാറി. ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സുകളുടെ റേഷ്യോ എല്ലായ്പ്പോഴും എന്തായി മാറും? തുല്യമായി മാറും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എ ബി ഡിവൈഡഡ് ബൈ സി ഡി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ഡി. റെസിപ്രോക്കൽ എടുക്കാതെ ചെയ്യല്ലോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ഞാൻ അങ്ങ് എടുത്തന്നേ ഉള്ളൂ ഇവിടെ എഴുതാൻ വേണ്ടി. സി ഡി ഡിവൈഡ് ബൈ എ ബി ഈക്വൽ ടു ഡി ബൈ ബി. റെസിപ്രോക്കൽ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ബി എ മാറ്റി എഴുതി ബി ഡി പ്ലസ് ഡി എന്ന് എഴുതി.
യെസ് വാല്യൂ എല്ലാം ഫിഗറിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ വരെ നമുക്ക് ക്യാമറയിൽ കിട്ടുകയുള്ളൂ. അപ്പം ചെയ്യുന്ന ഉത്തരം വരുന്നത് 0.8 ആണ്. കാൽക്കുലേഷൻ ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. ഉത്തരം ds/dt = 0.8 എന്ന് വരും. അപ്പോൾ കൃത്യമായി ചെയ്ത് നോക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ദി പോയിന്റ് ഓഫ് ദി കർവ് y² = 2 × x - 3 at which the normal is parallel to the line y - 2x + 1 = 0. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ദി പോയിന്റ് ഓഫ് ദി കർവ് the point of the curve y² = 2 × x - 3 at which the normal is parallel to the line. ആർക്ക് പാരലൽ ആണ്? y - 2x + 1 = 0 എന്ന് പറയുന്നതിന് പാരലൽ ആകുന്നു. പാരലൽ ആകുന്ന സമയത്ത് എന്ത് വരുന്ന പറയുന്നത്? പാരലൽ ആകുന്ന സമയത്ത് പാരലൽ ടു ദി ലൈൻ y - 2x + 1 = 0. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? ദി പോയിന്റ് ഓൺ ദി കർവ് y² = 2 × x - 3. y² ഞാൻ ഫിഗർ ഇങ്ങനെയല്ല വരുന്നത്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഇതാണ് ടാൻജന്റ്. ഇതിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലർ വിളിക്കുന്ന പേരാണ് നോർമൽ. ഇത് ടാൻജന്റ് ആണ്. ഇതെന്താണ്? നോർമലാണ്. നോർമൽ ഇങ്ങനെ പോവുകയാണ്. നോർമൽ ഇങ്ങനെ പോകുന്നതിനെക്കാട്ടിയല്ല, ഈ നോർമൽ നമ്മുടെ കർവയിൽ ഏതോ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, നോർമൽ. ഈ നോർമൽ ആർക്ക് പാരലൽ ആകുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്? നോർമൽ ഈസ് പാരലൽ ടു ദി ലൈൻ y - 2x + 1 = 0 എന്ന് പറയുന്ന ലൈന് പാരലൽ. ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ? നമ്മുടെ ഒരു കർവുണ്ട്, കർവിലേക്ക് വരയ്ക്കപ്പെടുന്ന ടാൻജന്റ്, ആ ടാൻജന്റ് പെർപെൻഡിക്കുലർ ആണ് ഈ പറയുന്ന നോർമൽ. നോർമൽ ഈ കർവയിൽ ഏതോ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ നോർമലിന്റെ പ്രത്യേകത നോർമൽ ഈ പറയുന്ന ലൈന് പാരലൽ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കർവിന്റെ ഇക്വേഷൻ പറയുന്നത് y² = 2 × x - 3. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്ന സമയത്ത് സപ്പോസ് ഞാൻ പറയുന്നു എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് എൻ്റെ ടാൻജന്റ് കർവയിൽ മീറ്റ് ചെയ്യുന്നത്. എൻ്റെ ടാൻജന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് കർവയിൽ മീറ്റ് ചെയ്യുന്നതെങ്കിൽ വ്യക്തമായിട്ട് പറയാം എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കർവ്. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? ദാറ്റ് ഈസ് ആൻസർ ചെയ്യുന്ന നോക്കണം. അറ്റ് എ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് കർവ്. കാരണം അത് കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ദാറ്റ് ഈസ് dy/dx ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുത്ത dy/dx വെച്ചാൽ ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. y² ഡെറിവേറ്റീവ് 2y × dy/dx ഈസ് ഈക്വൽ ടു 2 × x ഡെറിവേറ്റീവ് 1, 3 ഡെറിവേറ്റീവ് 0. അല്ലെങ്കിൽ dy/dx ഈസ് ഈക്വൽ ടു ആര് വരും? 1/y എന്നായി മാറും. ഇത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. സോ സ്ലോപ്പ് ഓഫ് നോർമൽ ഈസ് ഈക്വൽ ടു ആര് വരും? -y. കാരണം ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ. ടാൻജന്റ് സ്ലോപ്പ് കിട്ടുന്ന 1/y ആണ്. അങ്ങനെയെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് എത്ര കിട്ടി? -y എന്ന് കിട്ടി. ഈ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ലൈൻ എന്ത് വിളിക്കാം? y = 2x - 1 എന്ന് എഴുതാം. y = mx + e എന്ന് എഴുതാം. Since the normal parallel to a line whose slope is 2, we have എന്ത് വിളിക്കാം? പാരലൽ ആയതുകൊണ്ട് -y എന്ത് വിളിക്കാം? 2. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? y -2 എന്ന് വിളിക്കാം. y യുടെ വില -2 ആകുമ്പോൾ ഇതിനകത്തൊന്ന് കൊടുത്തു നോക്കിയാൽ y യുടെ വില -2 ആകുന്ന സമയത്ത് -2ന്റെ സ്ക്വയർ എത്ര കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ കർവിനകത്ത് കൊടുത്തു നോക്കിയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -2ന്റെ സ്ക്വയർ എത്രയായി മാറി? 4 ഈസ് ഈക്വൽ ടു 2 × x - 3 എന്നായി മാറും. അല്ലെങ്കിൽ ഇത് 2 ഈസ് ഈക്വൽ ടു x - 3 അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 എന്നായി മാറും. സോ എക്സിന്റെ വില അറിയാം 5, വൈയുടെ വില അറിയാം എത്രയാണ്? -2. സോ 5 - 2 എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട പോയിന്റ്. ചെയ്ത മനസ്സിലായോ? അപ്പൊ നമ്മുടെ കർവിലേക്ക് വരയ്ക്കപ്പെടുന്ന ഒരു നോർമൽ ഉണ്ട്. ആ നോർമൽ ഏത് പോയിന്റിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ കർവിലേക്ക് ഒരു നോർമൽ വരച്ചു. ഇതതിന്റെ ടാൻജന്റ് ആണ്. ആ നോർമൽ മറ്റൊരു ലൈന് പാരലാണ്. ഈ നോർമൽ മറ്റൊരു ലൈന് പാരലാകുന്ന സമയത്ത് രണ്ടിന്റെ സ്ലോപ്പ് എന്തായി മാറി? ഈക്വലായി മാറി. കർവയിൽ മീറ്റ് ചെയ്യപ്പെടുന്ന കർവിന്റെ സ്ലോപ്പ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ടാൻജന്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചു. ആ ടാൻജന്റ് സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് നോർമലിന്റെ സ്ലോപ്പ്. ടാൻജന്റ് സ്ലോപ്പ് 1/y ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് -y ആയി മാറും. നോർമൽ ഈ ലൈന് പാരലാണ്. നോർമൽ ഈ ലൈന് പാരലാകുന്ന സമയത്ത് ഈ ലൈനിന്റെ സ്ലോപ്പ് അറിയാം 2 ആണ്.
അപ്പം മൈനസ് വൈ ഈസിക്കൽ എന്ത് വിളിക്കാം 2 എന്ന് കിട്ടും, അല്ലെങ്കിൽ വൈ ഈസിക്കൽ എത്ര കിട്ടും -2 എന്ന് കിട്ടും. വൈയുടെ വില -2 ആണ്. വൈയുടെ വില -2 ആണെങ്കിൽ കർവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, എക്സിന്റെ വില കണ്ടുപിടിക്കും. എക്സ് ഈസിക്കൽ 5 വരും, വൈയുടെ വില വരുന്നത് -2 ആണ്. സോ 5 - 2 ഈസ് ദി റിക്വയർഡ് പോയിന്റ്. അപ്പം ഇത് ചെയ്തല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ 8 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ബിറ്റ്വീൻ ദി കർവ് y ഈസിക്കൽ sin x ആൻഡ് y ഈസിക്കൽ cos x. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് വേണം, സ്ലോപ്പ് വേണം. സ്ലോപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കർവ് ഏതൊക്കെയാ, y ഈസിക്കൽ sin x എന്ന് പറയുന്ന കർവും y ഈസിക്കൽ cos x എന്ന് പറയുന്ന കർവും, y ഈസിക്കൽ sin x ഉം y ഈസിക്കൽ cos x ഉം. അപ്പോൾ ഈ രണ്ട് കർവിനിടയിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കുക. വേണമെങ്കിൽ ഫിഗർ ഒക്കെ വരച്ച് നോക്കാം, പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല, എൻട്രൻസ് ക്വസ്റ്റൻ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കർവ് ഒന്നും വരയ്ക്കാത്തത്. അപ്പോൾ നമുക്കറിയാം y ഈസിക്കൽ sin x ഉം y ഈസിക്കൽ cos x ആണ്, ഇവയ്ക്കിടയിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കർവുകൾ, ഈ y ഈസിക്കൽ sin x എന്ന് പറയുന്ന കർവും y ഈസിക്കൽ cos x എന്ന് പറയുന്ന കർവും ഏത് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, y ഈസിക്കൽ sin x ഉണ്ട്, y ഈസിക്കൽ cos x, രണ്ടിടത്തും ലെഫ്റ്റ് സൈഡ് ഒരുപോലെ, ദാറ്റ് ഈസ് എന്ത് വിളിക്കാം, sin x ഈസിക്കൽ എന്ത് വിളിക്കാം, cos x എന്ന് വിളിക്കാം. sin x ഉം cos x ഉം തുല്യമാകുന്ന ഏത് വിലയ്ക്കാണ്, π/4 45 ഡിഗ്രി അല്ലെ. sin π/4 ഉം cos π/4 വില എത്ര കിട്ടും, 1/√2 തന്നെ കിട്ടും. അപ്പോൾ x ഈസിക്കൽ sin x ഈസിക്കൽ cos x ഈസിക്കൽ π/4. നിങ്ങൾ ഏത് കർവിനകത്ത് കൊടുത്തു നോക്കിയോ നിങ്ങൾക്ക് എന്ത് കിട്ടും, y-യുടെ വില 1/√2 കിട്ടും. സോ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു കർവീസ് ഏതാണ്, π/4, 1/√2. അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. π/4 ഉണ്ട്, 1/√2 ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ y ഈസിക്കൽ sin x എന്ന് പറയുന്ന കർവും y ഈസിക്കൽ cos x എന്ന് പറയുന്ന കർവും രണ്ട് കർവാണ്, അവ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വില കിട്ടും π/4. എക്സിന്റെ വില അറിയാമെങ്കിൽ നിശ്ചയമായിട്ടും y-യുടെ വില കണ്ടുപിടിക്കാൻ പറ്റും. sin π/4 എന്ന് വെച്ചാൽ 1/√2, cos π/4 എന്ന് വെച്ചാൽ 1/√2. സോ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു കർവീസ് എന്താണ്, π/4, 1/√2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇവിടെ കിട്ടിയല്ലോ. ഇനി എന്ത് വേണം, സ്ലോപ്പുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഞാൻ എഴുതും. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ആരാണ്, π/4, 1/√2. ഗിവൺ y ഈസിക്കൽ sin x ആണ്. dy/dx കണ്ടുപിടിക്കണം. dy/dx sin x ഡെറിവേറ്റീവ് എത്രയായി മാറും, cos x. dy/dx അറ്റ് ഏത് പോയിന്റ് ആണ്, π/4, 1/√2 കണ്ടുപിടിക്കണം. π/4, 1/√2 കണ്ടുപിടിക്കുക വെച്ചാൽ എക്സിന് മാത്രമേ വില വരത്തുള്ളൂ. cos π/4 വില എത്ര കിട്ടും, 1/√2 വരും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അടുത്തത് y ഈസിക്കൽ cos x ആണ്. y ഈസിക്കൽ cos x എന്ന് പറയുമ്പോൾ dy/dx എടുക്കുന്ന സമയത്ത് -sin x എന്നായി മാറും. dy/dx സ്ലോപ്പ് അറ്റ് ദി പോയിന്റ് π/4, 1/√2 which is equal to -1/√2. കാരണം എക്സിന്റെ വിലയ്ക്ക് ഇവിടെ പ്രാധാന്യമുള്ളൂ, y കൊടുക്കാൻ y-യുടെ ടേം ഒന്നും അതിനകത്തിലില്ല. പറഞ്ഞ പിടി കിട്ടിയോ? അപ്പോൾ നമ്മൾ ഈ രണ്ട് കർവ് ഉണ്ട്, y ഈസിക്കൽ sin x ഉം y ഈസിക്കൽ cos x എന്ന് പറയുന്ന രണ്ട് കർവ്. ആ രണ്ട് കർവുകൾ തമ്മിൽ കോമൺ പോയിന്റ് മീറ്റ് ചെയ്ത് വരച്ച് നോക്കി കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിഗർ ഒന്നും വരച്ച് കാണിക്കാത്തത്. x ഈസിക്കൽ π/4. അപ്പോൾ എക്സിന്റെ വില sin x ഉം cos x ഉം തുല്യമാകുന്ന വില π/4 എന്ന് പറയുന്ന വിലയ്ക്കാണ്. അപ്പോൾ x π/4 ആകുമ്പോൾ y-യുടെ വില എത്ര കിട്ടി, 1/√2 എന്ന് കിട്ടി. അപ്പോൾ പോയിന്റ് ഏതൊക്കെയാണ്, π/4 ഉം 1/√2. ഇവിടെ കിട്ടിയോ? അപ്പോൾ കർവ് പാസ് ചെയ്യപ്പെടുന്ന പോയിന്റ് π/4 ഉം 1/√2 ആണ്. അപ്പോൾ അതാണ് രണ്ട് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യപ്പെടുന്ന പോയിന്റ്. y ഈസിക്കൽ sin x നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കണം. എന്ത് വരും, cos x അറ്റ് π/4, 1/√2. ആ പോയിന്റിലെ എന്ത് ചെയ്യണം, സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ പോയിന്റിലെ സ്ലോപ്പ് 1/√2 ആണ്. അതുപോലെ y ഈസിക്കൽ cos x എന്ന് പറയുന്ന കർവിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -sin x, π/4, 1/√2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടുപിടിക്കപ്പെടുക. അപ്പോഴും അവിടുത്തെ സ്ലോപ്പ് കിട്ടും -1/√2 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സ്ലോപ്പുകളായി മാറി. രണ്ട് സ്ലോപ്പുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആംഗിൾ കണ്ടുപിടിക്കാം. ഫോർമുല മുമ്പ് നമ്മൾ ഒരെണ്ണം ചെയ്താണ്. tan θ ഈസിക്കൽ മോഡുലസ് ഓഫ് m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 m2 which is equal to m2 - m1 divided by 1 + m1 into m2 എന്ന് പറയും, which is equal to -2/√2 divided by ഇത് 1 - 1/2 എന്നായി മാറും, which is equal to tan θ is equal to എന്ത് വിളിക്കാം, 2/√2 into ആര് വരും, 2 എന്നായി മാറും. ഒരു 2നെ which is equal to ഒരു 2നെ നമുക്ക് √2 into √2 എന്ന് എഴുതാം. മറ്റൊരു 2 അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, ഡിവൈഡഡ് ബൈ √2. അപ്പോൾ θ is equal to tan inverse of √2 ക്യാൻസൽ ആയി മാറുമ്പോൾ എന്ത് വരും, 2√2 എന്നായി മാറും. tan inverse 2√2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോം. θ ഈസിക്കൽ tan inverse എന്താണ്, 2√2. നമ്മൾ ഓപ്ഷൻ പറയുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഓപ്ഷൻ ആദ്യ ഓപ്ഷനാണ്.
തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട്. അപ്പോൾ ചെയ്താൽ മനസ്സിലായാലും ആദ്യം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ആ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് സ്ലോപ്പുകൾ, ഈ രണ്ട് കർവിന്റെയും സ്ലോപ്പുകൾ കണ്ടുപിടിക്കപ്പെടുക. ആ സ്ലോപ്പുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആംഗിൾ കണ്ടുപിടിക്കപ്പെടാം. ഇവിടെ 1/2 1/√2, ഇവിടെ -1/√2. നമ്മൾ m2 - m1 ഡിവൈഡ് ബൈ വേണമെങ്കിൽ m1 എന്ന് വിളിക്കാം. m1 ഈസ് ഈക്വൽ ടു ഇതിന് m2 ഈസ് ഈക്വൽ ടു, കുഴപ്പമില്ലല്ലോ, ചെയ്തു ഫോർമുല. ഓക്കെ, നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദി ഫംഗ്ഷൻ f of x is equal to e raised to x, a is equal to 0, b is equal to 1, the value of c in the mean value theorem will be, the value of c in the mean value theorem. അപ്പോൾ mean value theorem സ്റ്റേറ്റ്മെന്റ് അറിയണം. അത് നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത സമയത്ത് ഞാൻ mean value theorem പറഞ്ഞു. എന്താണ്? f of x is continuous on closed interval a b, f of x is differentiable on open interval a b, then f dash of c is equal to f of b minus f of a divided by b minus f dash of c. നമുക്ക് തൽക്കാലം അത് മതി. f dash of c is equal എന്താണ്? f of b minus f of a divided by b minus a. ഇതാണ് മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. f dash of c is equal f of b minus f of a divided by b minus a. ഓക്കെ, അപ്പോൾ f of x അറിയാം. f of x is equal എന്താണ്? f of x is equal to e raised to x ആണ്. a is equal to 0 ഉണ്ട്. a is equal to 0, b is equal to 1. f dash of x എന്ന് പറഞ്ഞാൽ f dash of x is equal to e raised to x ആയി മാറും. ഓക്കെ, f of b എത്ര വരും? f of b എന്ന് പറഞ്ഞാൽ e raised to 1. f of b എന്ന് പറഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് 1 വരും. അപ്പോൾ e raised to 1 which is equal to e. f of c a എന്ന് പറഞ്ഞാൽ എന്ത് വരും? f of a എന്ന് പറഞ്ഞാൽ e raised to 0 which is equal to 1 അല്ലേ? f of a യുടെ വില 0 ആണ്. അപ്പോൾ which is equal to e raised to 0 which is equal to f dash of x എന്ന് പറഞ്ഞാൽ f dash of x എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. f dash of x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ e raised to x കൊടുത്ത വാല്യൂ. അപ്പോൾ f dash of c ആണ്. അപ്പോൾ e raised to c is equal to f of b minus f of a divided by b minus a. അതായത് e raised to c is equal to e minus 1 എന്നായി മാറും. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. ലോഗ് e raised to c is equal to log e minus 1 എന്നായി മാറും. ലോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന എപ്പോഴും എക്സ്പോണൻഷ്യൽ ലോഗരിതമാണ്. എപ്പോഴും ഡെറിവേറ്റീവ് വാല്യൂസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന എക്സ്പോണൻഷ്യൽ ലോഗരിതം. സോ ലോഗ് to the base e into e raised to c is equal to log e minus 1 to the base e. ഈ ഇയും ഒരേപോലെ ആകുമ്പോൾ അത് ക്യാൻസൽ ആയി മാറും. c is equal to log e minus 1 എന്ന് വരും to the base e. So the answer is log e minus. ബേസ് സ്പെസിഫൈ ചെയ്യണമെന്നില്ല. സാധാരണ നമ്മൾ എടുക്കുന്ന പറയുന്നതല്ല എക്സ്പോണൻഷ്യൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതമാണ് ഇത് വ്യക്തമായി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പോണൻഷ്യൽ ലോഗരിതം. അപ്പോൾ ലോഗ് e minus 1 to the base e നമ്മുടെ ഓപ്ഷൻ സംബന്ധിച്ച് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ലോഗ് ഈ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷൻ അത് ഈ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലെങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് ലോഗ് ഓഫ് e minus 1 to the base e. ഓക്കെ, ചെയ്താൽ മനസ്സിലായല്ലോ. അത് f of x, a അറിയാം, b അറിയാം, f dash of x കണ്ടുപിടിച്ചു. f of b എന്ന് പറഞ്ഞാൽ e raised to 1 which is equal to e. f of a എന്ന് പറഞ്ഞാൽ e raised to 0 എത്രയായി മാറി? 1. f dash of x എന്ന് പറഞ്ഞാൽ e raised to x. f dash of c എന്ന് പറയുമ്പോൾ f of b minus f of a divided by b minus a. f of b എന്ന് പറയുമ്പോൾ ആര് വരും? e വരും. e minus e raised to 0 എന്ന് പറഞ്ഞാൽ 1 divided by b minus a. 1 minus 0 എന്ന് വെച്ചാൽ 1. e raised to c is equal to e minus 1. log e raised to c is equal to log e minus 1. അതായത് ബേസ് ഒരുപോലാണെങ്കിൽ തമ്മിൽ ക്യാൻസൽ ആയി മാറും. c is equal to log of e minus 1 to the base എത്രയായി മാറി? e ആയി മാറി. അപ്പോൾ ഈ ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇഫ് x is a positive, the minimum value of x raised to x is x raised to x ന്റെ മിനിമം വാല്യൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ജെഇയുടെ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ജെഇയുടെ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത് മിനിമം വാല്യൂ ഓഫ് x raised to x. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലുള്ള കീമിൻ്റെയും അതുപോലെ ഒരു 5 വർഷത്തിനിടയിലുള്ള ജെഇയുടെ ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മാധ്യമത്തിൽ പറയുമ്പോൾ കുറേ പരിമിതികളുണ്ട് എങ്കിൽ തന്നെയും മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്യാപ്ചർ ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ജെഇയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷത്തെ. ഇഫ് x is positive, the minimum value of x raised to x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ f of x is equal എന്ന് വിളിക്കാം x raised to x. ഇത് കണ്ട് മനസ്സിലാക്കണം എന്താണ് ലോഗരിതമിക് ഡെറിവേറ്റീവാണ്. കാരണം ഒരു ഫംഗ്ഷൻ റേസ് ടു മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എങ്ങനെ? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. രണ്ട് സൈഡിലെ ലോഗ് എടുത്തു വേണമെങ്കിൽ y is equal എന്ന് വിളിക്കാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. log y is equal to log x raised to x എന്ന് എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. log y ഡെറിവേറ്റീവ് എന്തായി മാറും? 1/y ഇൻറ്റു വൈയുടെ dy by dx ഈസ് ഈക്വൽ ടു ഇവിടെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാമായിരുന്നു. log y ഈസ് ഈക്വൽ ടു x log x. ഇനി എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ x ഇൻറ്റു log x ഡെറിവേറ്റീവ് 1/x പ്ലസ് log x ഇൻറ്റു x ഡെറിവേറ്റീവ് 1. dy by dx ഈസ് ഈക്വൽ എന്ന് വിളിക്കാം. dy by dx ഈസ് ഈക്വൽ y ഇൻറ്റു ഈ x വെച്ചൂടെ ക്യാൻസലായി മാറും 1 പ്ലസ് log x. അല്ലെ dy by dx ഈസ് ഈക്വൽ ടു വൈയുടെ വില എത്ര? x raised to x. x raised to x ഇൻറ്റു 1 പ്ലസ് log x എന്നായി മാറും.
നമ്മൾ dy ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ആര് വരും 1 പ്ലസ് ലോഗ് എക്സ് എന്ന് പറയുന്ന ഫോമുലായി മാറി. dy ബൈ ഡി എക്സ് ഇസിക്കൽ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? വെൻ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. അപ്പോൾ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു എന്ത് വിളിക്കാം 1 പ്ലസ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അത് ഒരിക്കലും 0 ആകത്തില്ല. പിന്നെ എന്തേ ആവത്തുള്ളൂ 1 പ്ലസ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു -1. ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ടു ദി ബേസ് ഇ ഈസ് ഈക്വൽ ടു -1 എന്ന്, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും ഇ റൈസ് ടു -1, ഇ റൈസ് ടു -1, അല്ലെങ്കിൽ എക്സിന്റെ വില 1/e. കാരണം എന്താണ്? റിസൾട്ട് ഉണ്ട്. ലോഗരിതമായിട്ട് ബന്ധപ്പെടുത്തിയ റിസൾട്ട് എന്താണ്? ലോഗ് എ ടു ദി ബേസ് ബി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി റൈസ് ടു സി. അതാണ് ഫോർമുല. അതനുസരിച്ചാണ് എക്സ് ടു ദി ബേസ് ഇ ആണെങ്കിൽ എന്ത് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു -1, ബി റൈസ് ടു സി എന്ന് പറയുന്ന പോലെ. ഇതാണ് റിസൾട്ട്. അങ്ങനെയാണ് എക്സിന്റെ വില ഇ റൈസ് ടു -1. ഇത് ലോഗരിതമായിട്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എഴുതി കാണിച്ച റിസൾട്ടാണ്. ലോഗ് എ ടു ദി ബേസ് ബി ഈക്വൽ ടു സി ആണെങ്കിൽ എ സമം ബി റൈസ് ടു സി. ലോഗ് എക്സ് ടു ദി ബേസ് ഇ ഈക്വൽ ടു -1 ആണെങ്കിൽ ഇ സമം എക്സ് സമം ഇ റൈസ് ടു -1 അല്ലെങ്കിൽ 1/e. അപ്പോൾ ഇവിടെ എക്സിന്റെ വില കിട്ടി 1/e എന്ന് കിട്ടി. പക്ഷേ ഇത് മാക്സിമം ആണോ അല്ലെങ്കിൽ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ആവശ്യമായിട്ട് വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് ഞാൻ കണ്ടുപിടിക്കുന്നു. ദെൻ d² y by dx², d² y by dx² ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് അല്ലോ 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി മാറും. ലോഗ് എക്സിന്റെ 1/x ഫസ്റ്റ് ഇൻറ്റു ലോഗ് എക്സിന്റെ 1/x ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സ്. ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ആര് വരും? ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? അതാണ് ഈ എഴുതിയേക്കുന്നത്. ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് വെച്ചാൽ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1/x പ്ലസ് എന്ത് വിളിക്കാം? ലോഗ് എക്സ് ദി ഹോൾ സ്ക്വയർ, ലോഗ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു എക്സ്. അല്ലെ എക്സ് റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ 1/x പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ദി മിനിമം വാല്യൂ എന്നാണ് അല്ലേ? അപ്പോൾ സംഗതി ഓക്കെ ആണ്. കാരണം എന്താണ്? വെൻ എക്സ് ഈസ് ഈക്വൽ ഇത് ഒരു സ്ക്വയർ ടൈമാണ്, ഇത് പോസിറ്റീവാണ്. എക്സിന്റെ വില 1/e ആണ്, ഇത് പോസിറ്റീവാണ്. എക്സിന്റെ വില 1/e ആണ്. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1/e d² y by dx² ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 0. സോ മിനിമം ബൈ ആരാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് എങ്ങനെ? ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 ആകുമ്പോൾ മാക്സിമം, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്? മിനിമം ആണ്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1/e ആണ്. 1/e നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടി? സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 കിട്ടി. അപ്പോൾ എന്തായി മാറി? മിനിമം ആയി മാറി. സോ എക്സ് ഈസ് ഈക്വൽ ടു 1/e എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ പോയിന്റ്. മനസ്സിലായോ? അതായത് നമ്മുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഇ റൈസ് ടു -1 ഫസ്റ്റ് ഓപ്ഷൻ ആണ്. 1/eക്ക് തന്നെ വിളിക്കുന്ന പേരാണ് ഇ റൈസ് ടു -1. സോ എക്സ് ഈസ് ഈക്വൽ ടു 1/e അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ നമ്മൾ 11 ക്വസ്റ്റൻ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൻ്റെ 11 ക്വസ്റ്റൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ 12ാമത്തെ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. 12ാമത്തെ ക്വസ്റ്റൻ ഇതാണ്. ഇഫ് എക്സ് ഈസ് റിയൽ ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂസ് ഓഫ് x² - x+1 ഡിവൈഡഡ് ബൈ x² + x+1 ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ എന്നാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചോണം. ഇത് 2018 ജെയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. 2018 ജെയ് പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. x² - x+1 ഡിവൈഡഡ് ബൈ x² + x+1 ഇതിന്റെ മിനിമം വാല്യൂം അതുപോലെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരുന്നത്. ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂസ്. അപ്പം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കുക. അപ്പോൾ y ഇൻറ്റു ആര് വരും? x² + x+1 ഈസ് ഈക്വൽ ടു x² - x+1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ yx² + yx + y ഈസ് ഈക്വൽ ടു x² - x+1. അപ്പോൾ എന്തായി മാറും? y ഇൻറ്റു yx² - x² പ്ലസ് yx പ്ലസ് x പ്ലസ് y - 1 ഈക്വൽ ടു 0. ഇവിടെ 4 കോമൺ എടുക്കുക. x² കോമൺ എടുത്താൽ y - 1 പ്ലസ് x ഇൻറ്റു y പ്ലസ് 1 പ്ലസ് y - 1 എന്നായി മാറും ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ദ്വിമാന സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. in terms of the variable x. It is a quadratic equation in terms of the variable x. ax² plus bx plus c is equal to 0. ഡിവൈഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ y പ്ലസ് 1 ബാക്കി എല്ലായിടത്തും y മൈനസ് 1. അപ്പോൾ ഇതിന് എന്താണ് അതിൽ ഗ്രേറ്റ് ചോദിച്ചേക്കുന്നത് ഇതാണ്. എക്സ് ഇസ് റിയൽ എന്ന് പറയുന്നുണ്ട്. ബൈ ക്വസ്റ്റ്യൻ എക്സ് ഈസ് റിയൽ, എക്സ് റിയൽ ആണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിസ്ക്രിമിനന്റ് വാല്യൂ അതായത് b² - 4ac എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? b² - 4 into
4 into എയുടെ വില എത്ര y minus 1 b square minus 4ac is greater than or equal to 0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ y square plus 2y plus 1 minus 4 into y square minus 2y plus 1 which is greater than or equal to 0. y square plus 2y plus 1 minus 4y square plus 8y minus 4 greater than or equal to 0. അതായത് minus 3y square plus 10y minus 3 greater than or equal to 0 എന്നായി മാറും. ഓക്കെ, എക്സ് റിയൽ ആണെങ്കിൽ അതിന്റെ ഡിസ്കൗണ്ട് വാല്യൂ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇവിടുന്ന് വൈയുടെ വില കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത്ര വരും 10 സ്ക്വയർ. ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. അതായത് y ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് ഓർ മൈനസ് ഇത് 12 36 വരും. 4 ഇൻറ്റു മൈനസ് 3 മൈനസ് ആയി മാറും. പിന്നെ മൈനസ് ഉള്ളതുകൊണ്ട് എന്തായി മാറും? നെഗറ്റീവ് ആയി മാറും. പ്ലസ് ഓർ മൈനസ് 100 മൈനസ് എത്ര വരും? 36 അല്ലേ, ഡിവൈഡഡ് ബൈ മൈനസ് 6. അല്ലെങ്കിൽ ഇങ്ങോട്ട് എഴുതാം y ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് ഓർ മൈനസ് 8 ഡിവൈഡ് ബൈ മൈനസ് 6, അല്ലെങ്കിൽ മൈനസ് 18 ബൈ മൈനസ് 6 എന്ന് വരും. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 8 അതായത് മൈനസ് 2 ബൈ മൈനസ് 6. y ഈസ് ഈക്വൽ എത്ര കിട്ടും? 3 വരും. അതായത് 1/3 വരും. ഈ ഇവിടെ വൈക്ക് ഏത് വില കിട്ടുന്നോ വൈയുടെ ഏറ്റവും വലിയ വിലയ്ക്ക് വിളിക്കുന്ന പേരാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഏറ്റവും ചെറിയ വിലയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്താണ്? ലീസ്റ്റ് വാല്യൂ. പറഞ്ഞാൽ മനസ്സിലായില്ല? അപ്പോൾ ഒരു എക്സ്പ്രഷന്റെ എന്താണ്, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷന്റെ ലീസ്റ്റ് വാല്യൂം ഹയസ്റ്റ് വാല്യൂം കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ ഈ ചെയ്ത് കാണിച്ചത്. y ഈസ് ഈക്വൽ എന്ന് വിളിക്കുക. ക്വസ്റ്റനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ വൈയിൽ ഒരു എക്സിൽ കിടക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. y ഈസ് ഈക്വൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എക്സിൽ കിടക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. പക്ഷേ ക്വസ്റ്റനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് എക്സ് ഈസ് റിയൽ എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തിലെ എക്സ് റിയൽ ആകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്ക്രിമിനന്റ് വാല്യൂ ഈസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ കൺസെപ്റ്റ് യൂസ് ചെയ്ത് എനിക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇൻ ടേംസ് ഓഫ് ദി വേരിയബിൾ വൈയിൽ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ വൈയുടെ വില കണ്ടുപിടിച്ചാൽ മതിയാകും. വൈയുടെ വില കണ്ടുപിടിക്കുന്ന സമയത്ത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വിലയാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂം, ലീസ്റ്റ് ആയിട്ടുള്ള വിലയാണ് ലീസ്റ്റ് വാല്യൂം. ആരുടെ? വൈയുടെ അല്ല, ആ എക്സ്പ്രഷന്റെ ലീസ്റ്റ് വാല്യൂം, ആ എക്സ്പ്രഷന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂം. വൈയുടെ ലീസ്റ്റ് വാല്യൂം വൈയുടെ വലിയ വാല്യൂം എന്നുള്ളതല്ല. വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ എക്സ്പ്രഷൻ. സോ യു കോൾ ദി എക്സ്പ്രഷന്റെ ലീസ്റ്റ് വാല്യൂ ആണ് 3, ആ എക്സ്പ്രഷന്റെ മിനിമം വാല്യൂ ആണ് 1/3. ഗ്രേറ്റസ്റ്റ് വാല്യൂ 3യും ലീസ്റ്റ് വാല്യൂ 1/3. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതി. അടുത്ത ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിലെ 12 ക്വസ്റ്റ്യൻ ചെയ്തു. 13ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്യാസ് ഈസ് ബീയിങ് പമ്പഡ് ഇൻടു എ സ്പെറിക്കൽ ബലൂൺ അറ്റ് എ റേറ്റ് ഓഫ് 30 feet cube per minute. ആ ക്യൂബ് ഒന്ന് നോക്കിയേക്കണം. 30 feet cube per minute. The rate at which the radius of the balloon increases when it reaches the value എന്താണ്? 15 feet is. ഒരു സ്പെറിക്കൽ ബലൂണിലേക്ക് എന്ത് ചെയ്തു? വായു പമ്പ് ചെയ്തു. പമ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയത്തിൽ വരുന്ന വ്യത്യാസമാണ് ഈ പറഞ്ഞേക്കുന്നത് 30 ഫീറ്റിൻ്റെ ക്യൂബ് പെർ മിനിറ്റ് എന്നത്. The rate at which the radius is increases when the value is 15 feet. അങ്ങനെയെങ്കിൽ റേഡിയസിൽ വരുന്ന വ്യത്യാസം when it reaches the value of 15 feet, 15 ഫീറ്റ് ആകുന്ന സമയത്ത് റേഡിയസിൽ വരുന്ന വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ക്വസ്റ്റൻ തന്നിരിക്കുന്ന ഒരു കാര്യം dv/dt ഉണ്ട്. dv/dt ഈസ് ഈക്വൽ ടു 30 ഫീറ്റിൻ്റെ ക്യൂബ് പെർ മിനിറ്റ് ആണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം വോളിയം ഓഫ് ദി സ്ഫിയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ? വോളിയം v ഈസ് ഈക്വൽ ടു 4/3 പൈ r ക്യൂബ്. അങ്ങനെയെങ്കിൽ dv/dt കണ്ടുപിടിക്കുന്ന സമയത്ത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്രയായി മാറും? 3r² ഇൻറ്റു dr/dt എന്നായി മാറും. dv/dt വില ക്വസ്റ്റിനകത്ത് അറിയാം എന്താണ്? 30 ഈസ് ഈക്വൽ ടു ഈ 3 ക്യാൻസലായി മാറി 4πr² ഇൻറ്റു dr/dt. ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് വെൻ r ഈസ് ഈക്വൽ എത്ര എന്ന് പറയുന്നുണ്ട്? വെൻ r ഈസ് ഈക്വൽ ടു 15 ഫീറ്റ് എന്നാണ് പറയുന്നത്. റേഡിയസിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ റേഡിയസിൽ വരുന്ന വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈ ഇൻറ്റു r², 15 ഇൻറ്റു 15 ഇൻറ്റു dr/dt. ഈ ഒരു 15ഉം വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 30 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു dr/dt. ഈ 30 തുടങ്ങി വെട്ടും എത്ര വരും? 2 വരും അല്ലേ? 2 താഴെ വരും അല്ലേ? 2 15 ഇവിടെ അല്ലേ? അപ്പോൾ 2 മുകളിൽ വരും. ഈ 2 ഇതോടെ വിട്ടുമ്പോൾ ആര് വരും? 1 ഡിവൈഡഡ് ബൈ ഇവിടെ 2 വരും. 2 50 ഇവിടെ വിട്ടും 1/30 ഫീറ്റ് പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു dr/dt. 15 1/30 ഫീറ്റ് പെർ മിനിറ്റ് ആണ് റേഡിയസിൽ വരുന്ന വ്യത്യാസം. ക്വസ്റ്റ്യൻ പിടികിട്ടിയല്ലോ. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കീമിൻ്റെ പക്ഷേ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2017 കീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ dv by dt അറിയാം 30 ഫീറ്റിൻ്റെ ക്യൂബ് പെർ മിനിറ്റ്. വോളിയം കണ്ടുപിടിക്കാൻ 4/3 പൈ ആർ ക്യൂബ്. dv by dt കണ്ടുപിടിക്കപ്പെടുക. അവിടുന്ന് ആറിൻ്റെ വില 15 ഫീറ്റ് ആകുന്ന സമയത്ത് റേഡിയസിൽ വരുന്ന വ്യത്യാസം, ആറിൻ്റെ വില 15 ഫീറ്റ് ആകുന്ന സമയത്ത് റേഡിയസിൽ വരുന്ന വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1/30 ഫീറ്റ് പെർ മിനിറ്റ് ആകുന്ന സമയത്ത് എന്ത് വരും? റേഡിയസിൽ വരുന്ന വ്യത്യാസം കണ്ടുപിടിക്കാൻ സാധിക്കും. 1/30 ഫീറ്റ് പെർ മിനിറ്റ് ആണ്. ഇതാണ് dr by dt എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 13 ക്വസ്റ്റ്യൻ ചെയ്തു. 14ാമത്തെ ക്വസ്റ്റ്യൻ, the population P of T of 1000 bacteria introduced into nutrient medium grows according to the relation P of T is equal to 1000 plus 1000 T divided by 100 plus T square. The maximum size of the bacterial population is. The population P of T of 1000 bacteria introduced into a nutrient medium grows according to the relation P of T is equal to 1000 plus 1000 T divided by 100 plus T square. The maximum size of the bacterial population, maximum size. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ P of T എന്ന് പറയുന്നത് നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട ഒരു ഫംഗ്ഷൻ ആണ്, ടിയിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ മാക്സിമം വില കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. P of T is equal to 1000 plus 1000 T അല്ലേ, ഡിവൈഡഡ് ബൈ 100 പ്ലസ് T സ്ക്വയർ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, dp by dt കണ്ടുപിടിക്കണം. dp by dt കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷേ ഇവിടെ ചെയ്യുന്ന സമയത്ത് കോഷ്യൻ റൂളാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ദി ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 1000 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ദി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ which is equal to ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ dp by dt കണ്ടുപിടിച്ചു. ഇനി എന്തിനാണ് dp by dt is equal to 0. dp by dt is equal to 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100 plus t square into 1000 minus 1000 t into 2t is equal to 0. ക്രോസ് മൾട്ടി ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ അങ്ങ് 0 ആയി മാറും. അല്ലെങ്കിൽ 100 plus t square into 1000 is equal to 1000 t into 2t. ഈ 1000 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി മാറും. 100 പ്ലസ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2t സ്ക്വയർ എന്നായി മാറും. അല്ലെ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്നായി മാറും. ടി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 എന്ന് കിട്ടും. ഇവിടെ കിട്ടിയല്ലോ. ഇതിന്റെ മാക്സിമം വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം വില കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് ടിയുടെ വില 10 അല്ലെങ്കിൽ -10 കൊടുത്തു നോക്കുക. ഏത് കൊടുക്കുമ്പോഴാണ് ലെസ് ദാൻ 0 കിട്ടുന്നത്? ദാറ്റ് ഈസ് എ മാക്സിമം വാല്യൂ. എന്ത് ചെയ്യണം? dp by dt അല്ലെങ്കിൽ d സ്ക്വയർ p by dt സ്ക്വയർ കണ്ടുപിടിക്കണം. d സ്ക്വയർ p by dt സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വരും? d സ്ക്വയർ p by dt സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് എഴുതാമല്ലോ. ഇതിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതി കാണിക്കണം. വി ഹാവ് dp by dt ഈസ് ഈക്വൽ ടു 1000 100 പിന്നെ ഒരു 3 0 പ്ലസ് 1000 ടി സ്ക്വയർ മൈനസ് 2000 ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? 100 പ്ലസ് ടി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇതാണ് എക്സ്പ്രഷൻ അല്ലേ? ഡി സ്ക്വയർ പി ബൈ ഡി ടി സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഒരു സ്റ്റെപ്പോടെ വേണമെങ്കിൽ എഴുതാം. ഇത് മൈനസ് 1000 ടി സ്ക്വയർ അല്ലെ, 1000 ടി സ്ക്വയർ 2000 ടി സ്ക്വയർ മൈനസ് 1000 ടി സ്ക്വയർ ഇൻറ്റു 100 പ്ലസ് ടി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ പി ബൈ ഡി ടി സ്ക്വയർ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ദി ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ദി ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി മാറി. മൈനസ് ആര് വരും? ഇതിൻ്റെ 1000 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ 2t ആയി മാറും. അതായത് മൈനസ് 2000 ടി. ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആര് വരും? 100 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ആര് വരും? ടി സ്ക്വയറിൻ്റെ 2t ഡിവൈഡഡ് ബൈ എന്ത് വരും? 100 പ്ലസ് ടി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. വെൻ ടി ഈസ് ഈക്വൽ ടു 10 ടി ഈസ് ഈക്വൽ ടു 10 ആകുമ്പോൾ ഡി സ്ക്വയർ പി ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കണം. ടി ഈസ് ഈക്വൽ ടു 10 ആകുമ്പോൾ ശ്രദ്ധിക്കുക, ടി ഈസ് ഈക്വൽ ടു 10 ആകുന്ന സമയത്ത് ഇവിടെ 10ന്റെ സ്ക്വയർ 100 അല്ലേ? ഇതിൻ്റെ സ്ക്വയർ ഇതെന്തായി മാറും? നെഗറ്റീവായി മാറും. ഇത് മൊത്തത്തിൽ എന്തായി മാറി? 0 ആയി മാറിക്കൊള്ളും. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടേമിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് 0 ആയി മാറി.
ഇത് പക്ഷേ എന്താണ് കിട്ടുന്നത്? ഇത് നെഗറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിച്ച് ഇസ് ക്ലിയർലി ലെസ് ദാൻ 0. അപ്പോൾ t = 10 ആകുന്ന സമയത്ത് ഇത് നിശ്ചയമായിട്ടും എന്ത് കിട്ടും? ലെസ് ദാൻ 0. സോ 10 എന്ന് പറയപ്പെടുന്ന പോയിന്റിൽ വെച്ചാണ് മാക്സിമം. സോ t = 10 ഈസ് മാക്സിമം പോയിന്റ്. സോ എന്ത് വിളിക്കാം? P of 10 കണ്ടുപിടിക്കുക. P of 10 കണ്ടുപിടിക്കുന്ന സമയത്ത് 1000 പ്ലസ് എന്ത് വിളിക്കാം? 1000 × 10 ഡിവൈഡഡ് ബൈ 200 എന്നായി മാറും. ശരിയല്ലേ? 10ന്റെ സ്ക്വയർ 100, 100 പ്ലസ് 100 200 ആയി മാറും. ഇവിടെ നാരക ക്യാൻസലായി മാറും, 2 0 ക്യാൻസലായി മാറും അല്ലേ? 100/2 1000 പ്ലസ് 50 എന്നായി മാറും. അതായത് 1050 എന്ന് പറയുന്ന ഉത്തരമായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്തു? dp/dt കണ്ടുപിടിക്കണം. dp/dt = 0 എന്ന് കൊടുക്കുമ്പോൾ ടിയുടെ വില കിട്ടും. ആ ടിയുടെ വില സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് കൊടുക്കുന്ന സമയത്ത് ലെസ് ദാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്ത ഡെറിവേറ്റീവ് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ ടിയുടെ വില 10 ഇവിടെ കൊടുക്കേണ്ട. 10 -10 കൊടുത്താൽ ഈ ടൈം ശ്രദ്ധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. -10 കൊടുത്താൽ ഇത് പോസിറ്റീവായി മാറും. അതുകൊണ്ടാണ് ഞാൻ -10 കൊടുക്കാതിരുന്നത്. 10 കൊടുക്കുമ്പോൾ എന്തായിക്കോളും? ഇത് ഇൻറ്റു എന്താണ്? -2000 ക്ലിയർലി എന്താണ്? കൃത്യമായി നമുക്കറിയാം അത് ലെസ് ദാൻ 0 കിട്ടും. സോ മാക്സിമം ആയിട്ട് t = 10. ആ ടി എന്ന് പറയുന്നതിന് വരെ ഫംഗ്ഷൻ അത് കൊടുക്കുമ്പോൾ മാക്സിമം വാല്യൂ കിട്ടും. സോ 1050 നമുക്ക് വേണ്ട സൊല്യൂഷൻ. ഓക്കെ. അപ്പോൾ അടുത്തത് ദി ഏരിയ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റെക്ടാംഗിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി എലിപ്സ് x² / a² plus y² = y² / b² = 1. The area of the greatest rectangle that can be inscribed in the ellipse x² / a² plus y² / b² is equal to 1 is the area of the greatest rectangle എന്നാണ്. ഒരു എലിപ്സിനകത്തിൽ എൻക്ലോസ് ചെയ്യപ്പെടുന്ന ഗ്രേറ്റസ്റ്റ് റെക്ടാംഗിൾ. ശ്രദ്ധിക്കണേ. ഓക്കെ. നമ്മൾ ഏതൊരു പോയിന്റ് നമ്മൾ കർവിലെ എങ്ങനെ എടുക്കുന്നത്? a cos θ b sin θ എന്ന് പറയുന്ന ഫോമുല. അപ്പോൾ ഈ പോയിന്റ് ഏതായി മാറി? a cos θ. എപ്പോഴും ഒരു പ്ലെയിനിലെ ഒരു ട്രിഗണോമെട്രിക് ഫോമിൽ പോയിന്റ്സ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? പ്ലെയിനിലോ അല്ലെങ്കിൽ ലൈനിലോ അല്ലെങ്കിൽ കർവിലോ ഒക്കെ എടുക്കുന്ന സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റാണ് a cos θ b sin θ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഫിഗർ വരച്ചതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്, ഓക്കെ, a cos θ b sin θ എഴുതിയപ്പടി കിട്ടിയല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് a cos θ, ഇങ്ങോട്ടുള്ള ദൂരം എത്ര ഉണ്ട്? a cos θ ഉണ്ട്. ഇങ്ങോട്ടുള്ള ദൂരം എന്താണ്? b sin θ ആണ്. ഇങ്ങോട്ട് എത്ര ഉണ്ട്? b sin θ. അപ്പോൾ ഏരിയ എത്ര വരും? ഏരിയ ഈസ് ഈക്വൽ ടു എത്ര? ഇവിടുത്തെ പോയിന്റ് ആണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് a cos θ, ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് b sin θ. ഓക്കെ. അപ്പോൾ ഇത് ടോട്ടൽ റെക്ടാംഗിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? 2a cos θ. ഇത് എത്ര വരും? 2b sin θ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. അപ്പോൾ 2a cos θ ഇൻറ്റു 2b sin θ which is equal to 2 ഇങ്ങ് വെളിയിലെടുത്തു, a b ഇങ്ങ് എടുത്തു, ബാക്കി ഒരു 2 അകത്ത് കൊടുക്കാം. അപ്പോൾ 2 sin θ cos θ. ഇതിന്റെ വില എത്രയാണ്? 2ab ഇൻറ്റു sin 2θ എന്നായി മാറും. ഓക്കെ, എഴുതിയപടി കിട്ടിയല്ലോ. അപ്പോൾ ഏതൊരു പോയിന്റ് നമ്മൾ സ്പേസിൽ എടുക്കുന്നത് എങ്ങനെയാണ്? a cos θ b sin θ. കർവോ ലൈനോ മറ്റെന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന ആർബിട്രറി ആയിട്ട് എടുക്കുന്നത് എപ്പോഴും a cos θ b sin θ. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് പോയിന്റ് ആണ്. പോയിന്റ് യു ക്യാൻ ടേക്കൺ ഓൺ എനി പ്ലെയിൻ ഇൻ ദി ഫോം ഓഫ് a cos θ b sin θ എന്നാണ്. അപ്പോൾ a cos θ b sin θ എടുത്തു. ഇവിടുത്തെ ദൂരം a cos θ ആണ്, ഇങ്ങോട്ടുള്ള b sin θ ആണ്. മൊത്തത്തിൽ എടുക്കുമ്പോൾ 2a cos θ, ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2b cos θ. അപ്പോൾ 2ab ഇൻറ്റു sin 2θ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഏരിയ മാക്സിമം ആകുന്നു എന്നാണ് ചോദ്യം. ദിസ് ബിക്കംസ് മാക്സിമം എപ്പോഴാണ്? വെൻ sin 2θ വില എത്രയായി മാറണം? sin 2θ 1 ആകുന്നു. sin 2θ 1 ആകുമ്പോൾ അപ്പോൾ എത്രയായി മാറി? ഏരിയ ഈസ് ഈക്വൽ ടു 2ab. മാക്സിമം ഏരിയ വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 2ab. ഇതിനെക്കാട്ടി കുറയാം, 1 സൈൻ്റെ വില കുറയാം, 1/2 ആകാം, √3/2 ആകാം, അങ്ങനെയൊക്കെ വില വരാം. ആ സമയത്തെല്ലാം എന്താണ്? ഏരിയ കുറവായിരിക്കും. നമ്മളോട് ക്വസ്റ്റൻ ആദ്യം ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഏരിയ എന്നാ. അപ്പോൾ sin θ മാക്സിമം ആകുന്ന സമയത്ത് ഏരിയ മാക്സിമം ആയി മാറും. sin θ മാക്സിമം ആകുന്ന വില 1 ആയതുകൊണ്ട് 2ab. അപ്പോൾ sin 2θ വില മാക്സിമം ആകുന്ന 2 ആണെങ്കിൽ 4ab ആയി മാറും. sin 2θ വില മാക്സിമം ആകുന്ന 5 ആണെങ്കിൽ 10ab ആയി മാറും. പക്ഷേ നമുക്കറിയാം sin 2θ മാക്സിമം വില എത്രയാണ്? 1 ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ 2ab ഇൻറ്റു 1 എന്നായി മാറും. സോ ഏരിയ ഈസ് ഈക്വൽ എത്ര കിട്ടും? 2ab എന്ന് കിട്ടും. അപ്പോൾ 2ab എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ 15 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ദി കർവ് x/a പ്ലസ് x/a ദി ഹോൾ റൈസ്ഡ് n പ്ലസ് y/a ദി ഹോൾ റൈസ്ഡ് n ഈസ് ഈക്വൽ ടു 2 അറ്റ് ab ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഞാൻ എഴുതിയ കർവിനെ ഒന്നുകൂടെ എഴുതാം. എക്സ് ബൈ എ ദി ഹോൾ റൈസ് ടു എൻ പ്ലസ് വൈ ബൈ ബി ദി ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ കീമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 3 തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നുണ്ട്. മാക്സിമം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയാണ് ഈ പറഞ്ഞ ബാക്കി ഞാൻ തന്നിരിക്കുന്ന ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ബൈ എ ദി ഹോൾ റൈസ് ടു എൻ പ്ലസ് വൈ ബൈ ബി ദി ഹോൾ റൈസ് ടു എൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 അറ്റ് ഏത് പോയിന്റാണ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ടാൻജന്റ് ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് റൈസ് എന്താ പറയുക 1 ബൈ എ ദി ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, സ്ലോപ്പ് കണ്ടുപിടിക്കണം. 1 ബൈ ബി ദി ഹോൾ റൈസ് ടു എൻ ഇൻറ്റു വൈ റൈസ് ടു എൻ്റെ എൻ ഇൻറ്റു വൈ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും 0. ഓക്കെ, എഴുതിയപടി കിട്ടിയല്ലോ. അല്ലെങ്കിൽ എൻ ഇൻറ്റു വൈ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ബി റൈസ് ടു എൻ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ. രണ്ട് സൈഡിൽ നിന്ന് എന്നും ക്യാൻസലായി മാറി. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇത് താഴോട്ടേക്ക് വരും എ റൈസ് ടു എൻ ഇൻറ്റു വൈ റൈസ് ടു എൻ മൈനസ് 1 എന്നായി മാറും. ഓക്കെ, മറ്റേ ഏത് പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എ ബി, ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എ ബി കണ്ടുപിടിക്കുന്ന സമയത്ത് മൈനസ് ബി റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ മൈനസ് 1, കാരണം എക്സിന് കൊടുക്കുന്നത് എ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു ടൈം കൂടി ഇപ്പുറത്തോട്ടേക്ക് വരും. നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ബി റൈസ് ടു എൻ മൈനസ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ മൈനസ് എൻ പ്ലസ് 1. എഴുതിയപ്പോൾ കിട്ടിയല്ലോ. ഈ ബി റൈസ് ടു എൻ അങ്ങ് മുകളിലോട്ട് പോകും. അപ്പോൾ എൻ മൈനസ് എൻ പ്ലസ് 1 ആയി മാറും. എ റൈസ് ടു എൻ മൈനസ് 1 താഴെ വരുമ്പോൾ എ റൈസ് ടു എൻ മൈനസ് എൻ പ്ലസ് 1. ആരൊക്കെ ക്യാൻസലായി മാറി, ഈ മൈനസ് എന്നിലൂടെ ക്യാൻസലായി മാറി മൈനസ് ബി ബൈ എ എന്ന് കിട്ടും. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് മൈനസ് ബി ബൈ എ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ ഫോർമുല ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈസ് y മൈനസ് y1. y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആര് വരും എക്സ് മൈനസ് x1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ വൈ മൈനസ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി എക്സ് പ്ലസ് എ ബി. അല്ലെങ്കിൽ എന്ത് വിളിക്കാം, എ വൈ പ്ലസ് ബി എക്സ് ഈസ് ഈക്വൽ ടു 2ab എന്ന് വരും. എ വൈ പ്ലസ് ബി എക്സ് ഈസ് ഈക്വൽ ടു 2ab എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 2ab എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇതിന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം, എ ബി വെച്ച് ഡിവൈഡ് ചെയ്യാം. എ ബി വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡിങ് ബൈ എ ബി. അപ്പോൾ വൈ ബൈ ബി പ്ലസ് എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2 എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഞാൻ ഓപ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, എ ബി വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ വരെ ഉള്ളൂ കറക്റ്റ് ആൻസർ. പക്ഷേ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദി ആൻസർ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ വരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2. ഇതാണ് കീമിന് ഒരു 3 തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 16 ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞ് 17ാമത്തെ ക്വസ്റ്റൻ, ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ഓഫ് ദി കർവ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് വേർ ഇറ്റ് ക്രോസസ് ദി എക്സ് ആക്സിസ് എന്നാണ്. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതും കീമിന് ഒരു 2-3 തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമ്മൾ ഈ അവസാനം ചെയ്യുന്ന 5 ക്വസ്റ്റൻ എപ്പോഴും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് അല്ലേ. The equation of the tangent to the curve where it crosses the x-axis. Suppose ഇതായിരിക്കും കർവ്. അപ്പോൾ കർവ് ഇതിലേക്ക് വരയ്ക്കപ്പെടുന്ന ടാൻജന്റ്, ഈ ടാൻജന്റ് എക്സ് ആക്സിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായി. കർവ് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചാണ് ടാൻജന്റ് അതിൽ കട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കർവ് എക്സ് ആക്സിൽ ക്രോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സിൻസ് ഇറ്റ് ക്രോസസ് എക്സ് ആക്സിസ് ക്രോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വൈ കോർഡിനേറ്റ് എത്രയായി മാറും, 0 ആയി മാറും. പുട്ട് വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ആര് വരും, 2 മൈനസ് എക്സ്. ഇതിനകത്ത് കൊടുത്താൽ മതി. എക്സിന്റെ വില എത്ര കിട്ടും, 2. സോ പോയിന്റ് ഈസ് ഏത് വരും, പോയിന്റ് ഈസ് 2 0. അപ്പോൾ ഇനി എന്താണ് 2 0 എന്ന് പറയുന്ന പോയിന്റിലെ കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. വൈ ഈസ് ഈക്വൽ എന്ന് വിളിക്കാം 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം.
dy by dx കണ്ടുപിടിക്കാൻ dy by dx is equal to denominator into derivative of the numerator 2 minus x derivative minus 1 denominator derivative of the numerator minus numerator into derivative of the denominator by denominator square എന്നായി മാറും. അറ്റ് ഏത് പോയിന്റ് ആണ് 20 എന്ന് പറയുന്ന പോയിന്റ് dy by dx കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വരും? 20 എന്ന് പറയുന്ന പോയിന്റ് എക്സിന് 2 എന്ന് പറയുന്ന വില കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ 4 പ്ലസ് 1 5 അതായത് -5. ഇതങ്ങ് നോക്കണ്ട, ഇതങ്ങ് 0 ആയി മാറി. ഡിവൈഡഡ് ബൈ ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 പ്ലസ് 1 ദാറ്റ് ഈസ് -1/5 എന്നായി മാറും. ഇത് ഏതിൻ്റെ സ്ലോപ്പാണ്? ടാൻജൻ്റെ സ്ലോപ്പാണ്. സോ ഇക്വേഷൻ ഈസ് ആര് വരും? y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5y ഈസ് ഈക്വൽ ടു -x പ്ലസ് 2 എന്നായി മാറും. അല്ലെങ്കിൽ x പ്ലസ് 5y മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട ഓപ്ഷൻ. അതായത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടും. എക്സ് പ്ലസ് 5y മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ചെയ്ത ഐഡിയ മനസ്സിലായല്ലോ. ഒരു കർവ് ഉണ്ട്, കർവ് എക്സ് ആക്സിൽ വെച്ചാണ് ആ കർവിനെ ടാൻജന്റ് ഒന്ന് മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ദി കർവ് ആൻഡ് ടാൻജന്റ് ലൈസ് ഓൺ എക്സ് ആക്സ് എന്ന്. അപ്പോൾ ഈ കർവ് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം y കോർഡിനേറ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വില കിട്ടും 2. എക്സിൻ്റെ വില അറിയാമെങ്കിൽ വൈയുടെ വില കണ്ടുപിടിക്കാം. എക്സിൻ്റെ വില 2 കൊടുത്ത് നോക്കുമ്പോൾ വൈയുടെ വില 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് ആക്സ് അല്ലേ, y കോർഡിനേറ്റ് സ്വാഭാവികമായിട്ട് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ സ്ലോപ്പ് തന്നെയാണ് എന്താണ്? ടാൻജൻ്റെ സ്ലോപ്പ്. ടാൻജൻ്റെ സ്ലോപ്പ് അറിയാം, ടാൻജന്റ് പാസ് ചെയ്യപ്പെടുന്ന പോയിന്റ് അറിയാം. അങ്ങനെയെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതാണ് ചെയ്യുന്ന രീതി. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദി സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ increasing at a rate of 2 cm per second. The rate at which the area increases when the side is 10 cm. Rate at which area increases when the side is 10 cm. സൈഡ് 10 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് ഏരിയയിൽ വരുന്ന വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു ലെറ്റ് x be the side of the equilateral triangle. Side of an equilateral triangle. Let x be the side of an equilateral triangle. X എന്ന് പറയുന്നതാണ് equilateral triangle. സൈഡ് എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഈസ് ഈക്വൽ ടു √3a² / 4. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം. പറഞ്ഞേക്കുന്നത് ദി സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 2 cm per second. എന്ന് പറഞ്ഞാൽ dx/dt ആണ് 2 cm per second. സൈഡ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 2 cm per second. സൈഡ് 2 cm per second ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ dx/dt 2 cm per second. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഇൻക്രീസസ് വെൻ ദി സൈഡ് ഈസ് റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ഇൻക്രീസ്. അപ്പോൾ dA/dt കണ്ടുപിടിക്കണം. dA/dt കണ്ടുപിടിക്കാൻ √3/4 ഇൻറ്റു എക്സ് കൊണ്ട് ഡെറിവേറ്റ് എന്തായി മാറും? 2x ഇൻറ്റു ആര് വരും? dx/dt. ഇവിടെ കിട്ടിയോ? സൈഡ് എത്ര സെന്റിമീറ്റർ ആകുമ്പോഴാണ്? വെൻ ദി സൈഡ് ഈസ് 10 സെന്റിമീറ്റർ. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ, സൈഡ് 10 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് ഏരിയയിൽ വരുന്ന വ്യത്യാസം dA/dt ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു 2 ഇൻറ്റു 10 ഇൻറ്റു dx/dt അറിയാം 2 ആണ്. അപ്പോൾ ഈ 2 ഇൻറ്റു 2 ഇൻറ്റു ക്യാൻസലായി മാറും. ബാക്കി എത്ര വരും? 10√3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 10√3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നമ്മുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ തേർഡ് ഓപ്ഷനാണ് 10√3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഇതും ഒരു 4 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞാലേ അവസാനത്തെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഏതോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ സൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ഏരിയയിൽ വരുന്ന വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദ്യം. നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ സൈഡ് എടുത്തു. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയാം √3/4 ഇൻറ്റു x². സൈഡിൽ വരുന്ന വ്യത്യാസം അറിയാം 2 cm per second. അങ്ങനെയെങ്കിൽ ഏരിയയിൽ വരുന്ന വ്യത്യാസം കണ്ടുപിടിക്കാൻ dA/dt കണ്ടുപിടിക്കുക. √3/4 ഇൻറ്റു എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് 2x ഇൻറ്റു ആ എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dt. അപ്പോൾ √3/4 ഇൻറ്റു 2 ഇൻറ്റു എക്സ് 10 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് ഏരിയയിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ എക്സ് 10 ആവുന്നു. dx/dt അറിയാം 2 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും? 10√3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് ഏരിയയിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദി വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദി പോളിനോമിയൽ 2x³ - 9x² + 12x + 4 ഈസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ്. ഇത് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എക്സിന് ഏത് വില കൊടുക്കണം എന്നാണ് ചോദ്യം. ദി വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദി പോളിനോമിയൽ f(x) ഈസ് ഈക്വൽ ടു f(x) അറിയാം f(x) ഈസ് ഈക്വൽ ടു 2x³
മൈനസ് 9x². 9x² പ്ലസ് 12x പ്ലസ് 4 എന്ന് പറയുന്നത് ഡിക്രീസിങ് ആവണമെങ്കിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ദി ഗിവൺ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് എന്നാണ് ചോദ്യം. ഇത് ഡിക്രീസിങ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? f'(x) <0. f'(x) <0 എന്ന് പറഞ്ഞാൽ 2 × x³ ഡെറിവേറ്റീവ് 3x² മൈനസ് 18x പ്ലസ് 12 <0 എന്നായി മാറി. ഇവിടെ 4 കോമ എടുക്കാം, 3 കോമ എടുക്കുമ്പോൾ 2x² മൈനസ് ആര് വരും? 9x അല്ലെങ്കിൽ 6 കോമൺ ആയിട്ട് ഇങ്ങനെ അല്ലേ? 2 × 3 6x². 6x² മൈനസ് 18x പ്ലസ് 12 <0. ഇവിടെ നിന്ന് 6 കോമൺ എടുത്താൽ x² മൈനസ് 3x പ്ലസ് 4 എന്നായി മാറും, വിച്ച് ഈസ് <0 എന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് വിളിക്കാം? 6 × ഇതിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വേണം, കൂട്ടുമ്പോൾ -3. അപ്പോൾ x - 1 4 × x + 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം 18x പ്ലസ് 12 6 കോമൺ എടുത്താൽ 6 × 6x² മൈനസ് 18x പ്ലസ് 12 6 കോമൺ എടുത്താൽ x² മൈനസ് 3x പ്ലസ് 2 ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 വേണം, കൂട്ടുമ്പോൾ ആര് വേണം? -3 വേണം. അപ്പോൾ ആരൊക്കെ വരാം? ദാറ്റ് ഈസ് -4ഉം അല്ല -4 അല്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം <0. ഓക്കെ, x - 2 × x - 1 <0 എന്ന് വരും. കൂട്ടുമ്പോൾ പോസിറ്റീവ് -3യും ഗുണിക്കുമ്പോൾ +2ഉം. വേണമെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ x - 2 × x - 1 <0. നമ്മൾ ചോദിച്ചേക്കുന്നത് എക്സിന് ഏത് വില കൊടുക്കുമ്പോൾ അത് ഡിക്രീസിങ് ആവുന്നു എന്നാണ്. വില കൊടുത്തു നോക്കണം. 1നും 2നും മുമ്പുള്ള കൊടുക്കാം, 1നും 2നും ഇടയിലുള്ള കൊടുക്കാം, അല്ലെങ്കിൽ 2ന് ശേഷം കൊടുക്കാം. വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ ഓപ്ഷൻ വരുന്ന സമയത്ത് ദാറ്റ് ഈസ് 1 <x <2. ശരിയാണ്. 1നും 2നും ഇടയിലുള്ള വില കൊടുക്കുന്ന സമയത്ത് ചെറുതായിരിക്കും. കാരണം 1നും 2നും ഇടയിലുള്ള വില എന്ന് വെച്ചാൽ 1.5 കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവാണ്. പക്ഷേ ഇതെന്തായി മാറി? നെഗറ്റീവ്. നെഗറ്റീവിൻ്റെ പോസിറ്റീവ് എന്തായി മാറും? നിശ്ചയമായിട്ടും <0. ഓപ്ഷനിൽ നമുക്കിത് പറയാൻ പറ്റും. 1 <x <2. 1.1 കൊടുത്താൽ ഇതെന്താണ്? പോസിറ്റീവാണ്. ഇതെന്തായി മാറി? നെഗറ്റീവ്. 1നും 2നും ഇടയിലുള്ള ഏത് വിലയ്ക്കും ഈ പറഞ്ഞ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. സോ ദി ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. നാലാമത്തെ ഓപ്ഷനാണ് 1 <x <2. ഓക്കെ, അപ്പോൾ ചെയ്ത രീതി ഇവിടെ കിട്ടിയല്ലോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഒന്നിൽ സോൾവ് ചെയ്യാം. ഞാനത് സോൾവ് ചെയ്യാതെ സ്റ്റെപ്പ് കുറച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 20ാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതും നേരത്തെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. Radius of a sphere is measured as 5 cm with an error possibility as large as 0.02 cm. The error and percentage error in computing the surface area of the sphere. The radius of the sphere is measured as 5 cm with an error as possibly as large as 0.2. നമ്മൾ റേഡിയസ് മെഷർ ചെയ്ത് പെട്ടത് 5 cm ആയിട്ടാണ്. പക്ഷേ എറർ എത്ര വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0.02. The error and percentage error. The error and percentage error in computing the surface area of the sphere is percentage error. Surface area കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ശതമാനം എന്ത് ചെയ്യും? പെർസെൻറ്റേജ് എറർ വന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കുക. സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ കണ്ടുപിടിക്കാൻ A ഈസിക്കൽ എങ്ങനെയാണ്? സർഫസ് ഏരിയ ഓഫ് സ്പിയർ ഈസിക്കൽ 4πr². dA/dr ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 × π × r² ഡെറിവേറ്റീവ് 2r. ക്വസ്റ്റിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് എത്രയാണ്? 6. ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ടല്ലോ r ഈസ് ഈക്വൽ ടു 5.5 cm ആണ് വിത്ത് ആൻ എറർ പോസിബിലിറ്റി ഓഫ് 5.02 meter. When r is equal to ഏരിയ എന്ന് പറയുന്നത് അറിയാം, എറർ പോസിബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഏരിയ ഈസ് ഈക്വൽ ടു 4πr² അല്ലേ? അപ്പോൾ വെൻ r ഈസ് ഈക്വൽ ടു 5 ആകുന്ന സമയത്ത് ഏരിയ എത്ര വരുമെന്ന് നോക്കാം. r ഈസ് ഈക്വൽ ടു 5 ആകുന്ന സമയത്ത് ഏരിയ ഈസ് ഈക്വൽ ടു 4 × 5 × r² എന്ന് വെച്ചാൽ 25, അതായത് 100π എന്നായി മാറും. When r is equal to 5.02 error possibility എന്ന് പറയുന്നുണ്ട്. 5.02 error possibility ആകുന്ന സമയത്ത് ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏരിയ A is equal to 4 × 5 × അപ്പോൾ റേഡിയസ് എത്രയായി മാറി? 5.02. 5 എന്ന് പറയുന്ന റേഡിയസ് ആണ്. എറർ പോസിബിലിറ്റി കൂടെ കൂട്ടുന്ന സമയത്ത് 5.02ന്റെ സ്ക്വയർ, 5.02ന്റെ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് കൃത്യമായി അതിൻ്റെ വാല്യൂ വരുന്നത് 100.8016π എന്നായി മാറും. 100.8016π.
അപ്പോൾ എറർ എത്ര വന്നു? ദാറ്റ് ഈസ് എറർ ഈസ് ഈക്വൽ ടു എറർ ഇൻ സർഫസ് ഏരിയ. എറർ ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഇവിടെ 100 പൈ ആണ്, ഇത് 100.80 എന്ന് പറയുമ്പോൾ 8016 എന്ന് പറയുന്നതാണ് എറർ എന്ന് പറയുന്നത് അല്ലെ. അത്രയും പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പറഞ്ഞ 0.8016 പൈയെ 100 പൈ വെച്ച് ഡിവൈഡ് ചെയ്യണം. 100 പൈ വെച്ച് ഡിവൈഡ് ചെയ്യുക. 100 പൈ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും പെർസെൻറ്റേജ് ആണ് ഇൻറ്റു 100% എന്ന് കൂടെ കൊടുക്കുക. 100% വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 0.8016 എന്ന് വരും. ഓക്കെ, 0.8016% എന്ന് എഴുതാം. ഓപ്ഷൻ അതാണ് 0.8016%. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്ന 4πr² ആണ്. അപ്പോൾ റേഡിയസ് r ആണ്. ഇനി റേഡിയസിനകത്ത് 0.02 എറർ വരുന്നുണ്ട്. 0.02 എറർ വരുമ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 0.8016. അവർ ക്വസ്റ്റിനകത്ത് പൈയോടെ ചേർത്തിട്ടാണ് പറയുന്നത്. ഇത് പൈ ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100% കൊടുക്കുക. അപ്പോൾ ഇവ തമ്മിൽ ഫലത്തിൽ എന്തായി മാറും? ക്യാൻസലായി മാറും. ആൻസർ വരുന്നത് എത്രയായി മാറും? 0.8016% എന്ന് വരും. നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 0.8016% ആണ് കേട്ടോ. ഫൈൻഡ് ദി എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ കമ്പ്യൂട്ടിംഗ് ദി സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ എന്നാണ്. അപ്പോൾ എറർ എന്ന് പറയുന്ന എപ്പോഴും എത്രയാണ്? 0.80%. എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻ വരുന്നത് 0.8, അതായത് ഓപ്ഷൻ ബി വരും. 0.8 പൈ ആൻഡ് 0.8% എന്ന് വരും. 0.8 പൈ ആൻഡ് 0.8%, അതായത് സെക്കൻഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളത്. എറർ പെർസെൻറ്റേജ് ആയിരിക്കും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം ഏരിയ കണ്ടുപിടിക്കുക റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട്, ആ എററൂടെ കണ്ടുപിടിച്ചുകൊണ്ട് വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പോൾ 0.8016 എന്ന് പറയുന്നതാണ് അതിൻ്റെ എറർ പെർസെൻറ്റേജ് എന്ന് പറയും. 0.8016 എന്ന് പറയുന്നതാണ് അതിൻ്റെ എറർ പെർസെൻറ്റേജ്. എറർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര വരും? അത്രയും പെർസെൻറ്റേജ് എന്ന് പറയണം. ഇത് പറയുമ്പോൾ 0.8 ആണ്. പെർസെൻറ്റേജ് ഇല്ലാതെ പറഞ്ഞാൽ 0.8ഉം, മറ്റേത് പെർസെൻറ്റേജ് പറയുമ്പോൾ 0.8016. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് പഠിച്ചത്. അങ്ങനെ 20 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തോണം. മൊത്തം ഒരു ടോപ്പിക് നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ വെച്ച് ഈ ഒരു മാധ്യമത്തിലൂടെ നമുക്ക് പറയാനുള്ള ഒരു സമയം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ.